Hi, hello. Welcome to the class. Welcome to the second unit, Academic and Social Language. Language across the curriculum എന്ന പേപ്പറിലെ രണ്ടാമത്തെ യൂണിറ്റിന്റെ മൂന്നാമത്തെ ഭാഗം അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? അപ്പം ലാംഗ്വേജിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും എയിംസും ഫങ്ഷൻസും ഒക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പത്തെ ക്ലാസ്സിലായിരുന്നു. ആൻഡ് സ്കൂൾ ലാംഗ്വേജ് അതേപോലെ തന്നെ ഹോം ലാംഗ്വേജ്, ഈ രണ്ട് ലാംഗ്വേജിന്റെ ഡിഫറൻഷിയേഷൻ ആയിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടത്. അതിനുശേഷം സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്നുള്ള ഈ ടോപ്പിക് മുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഡ്രാമാറ്റൈസേഷൻ, എസ്സെ, സ്റ്റോറി ടെല്ലിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പിയർ ട്യൂട്ടറിംഗ്. അതിൽ ഡ്രാമാറ്റൈസേഷനും അതിന്റെ റോളും, അതുപോലെ തന്നെ എസ്സെ റൈറ്റിംഗ് റോള്, സ്റ്റോറി ടെല്ലിംഗ് അതിന്റെ റോള്, ഗ്രൂപ്പ് ഡിസ്കഷൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള അതിന്റെ റോള്, പിന്നെ പിയർ ട്യൂട്ടറിംഗ് അതിന്റെ ടൈപ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്, അതൊരു 5 ടൈപ്പ് പിയർ ട്യൂട്ടറിംഗ്, എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ്, ബെനിഫിറ്റ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ് എന്നുള്ളതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവസാനം പിരിഞ്ഞു പോയത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കുറച്ചുകൂടി അതിനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. നമ്മുടെ ടെക്സ്റ്റ് എന്നുള്ള വാക്കിന് 1-2 അർത്ഥങ്ങളുണ്ട്. അഥവാ എഴുത്ത് എന്നൊരു മീനിങ് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും അല്ലെ? സ്കൂളിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാറില്ലേ? അതിന്റെ ശരിക്കുള്ള പേരെന്താ? ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താ? കോഴ്സ് ബുക്ക്. കോഴ്സ് ബുക്ക്. അപ്പം ഒരു ടീച്ചർക്ക് എത്ര ബുക്കുകൾ കാണേണ്ടി വരും? എത്ര ബുക്കുകൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും പൊതുവെ? ഒന്ന് കോഴ്സ് ബുക്ക് ഹാൻഡിൽ ചെയ്യണം, ദാറ്റ് മീൻസ് അത് കാണണം, വായിക്കണം. വേറെ ഒരു ബുക്ക് കൂടി ഉണ്ട്. ഫേസ്ബുക്ക് ആണോ മാഷേ? ഫേസ്ബുക്ക് അല്ല. ഓ, സ്റ്റാൻഡേർഡ് ഉയർത്തു. ഹാൻഡ് ബുക്ക് കിട്ടണോ? ഹാൻഡ് ബുക്ക്. ഓക്കെ, ടീച്ചേഴ്സിന് എങ്ങനെ ക്ലാസ് എടുക്കണം, എന്ത് ഉദാഹരണം പറയണം, ഏത് പ്രവർത്തനത്തിലൂടെ ക്ലാസ് മുന്നോട്ട് പോകണം, എന്ത് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം, എന്ത് അപ്രോച്ച് ഫോളോ ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണ ഹാൻഡ് ബുക്ക്, ടീച്ചേഴ്സ് ടെക്സ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാൻഡ് ബുക്ക് എന്നുള്ള സിസ്റ്റം കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന ടെക്സ്റ്റുകൾ, ദാറ്റ് മീൻസ് ഒരു ലാംഗ്വേജിലുള്ള എഴുത്തുകൾ, അതില് പലതരം എഴുത്തുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നാച്ചർ ഓഫ് ടെക്സ്റ്റ് സ്ട്രക്ചർ എന്നുള്ള ഈ ഒരു ഹെഡ്ലൈന് കീഴിൽ നമ്മൾ ഇതിൽ ആദ്യം പിന്നെ കാണാൻ പോകുന്നത് 2 തരത്തിലാണ്. ഒന്ന് എക്സ്പോസിറ്ററി, 2 നരേറ്റീവ്. ഇങ്ങനെ 2 തരം കാണും. പിന്നെ അതിന്റെ ഒരു ഡിഫറൻസ് ജസ്റ്റ് കുറച്ച് ഡിഫറൻസസ് കാണും. അപ്പൊ ആദ്യം എന്താണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ ആശയത്തിലേക്ക് കടന്നു ചെല്ല്, അതിനെ അനലൈസ് ചെയ്ത്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത്, അതിനെ കുറിച്ച് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി എക്സ്പോഷർ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇവിടെ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിങ് ഔട്ട് ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ സെൻട്രൽ ഐഡിയ. നമുക്ക് ഒരു ആശയം ഉണ്ടാകും, അതിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരുന്ന തരം ടെക്സ്റ്റിനെയാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ നമുക്കൊരു ഒരു ആശയമുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ന്യൂട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ആണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ച് ഒരുപാട് പറയാം. അതല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമുക്കറിയാം ഉപഗ്രഹങ്ങള്, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന, നമുക്ക് കുറച്ചും കൂടി അതിന്റെ കോംപ്ലക്സ് ഐഡിയാസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടെക്സ്റ്റുകളെയാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. മേക്കിംഗ് ക്ലിയർ ദ ഇന്നർ മീനിങ് ഓഫ് കോംപ്ലക്സ് ഐഡിയാസ്. ഒരു കോംപ്ലക്സ് ഐഡിയ ഉണ്ട്, അതിന് ഇന്നർ മീനിങ് ഉണ്ടാവാം, സർഫേസ് മീനിങ് ഉണ്ടാവാം, അതിൽ ടെക്നിക്കൽ മീനിങ് ഉണ്ടാവാം. അതൊക്കെ നമ്മോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരം ടെക്സ്റ്റുകളെയാണ്, ബുക്കുകൾ, കോണ്ടന്റിനെയാണ് നമ്മൾ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റൈസസ് ദ ലെവൽ ഓഫ് ലേണിംഗ് ഫ്രം കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ടു അബ്സ്ട്രാക്ട് ഐഡിയാസ്.
കേവലം ചില കോൺക്രീറ്റ് ഐഡിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്നും അതിന്റെ ഡീപ്പ് അനാലിസിസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഭൂമി എന്നുള്ളൊരു ആശയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഗോളത്തെ പോലെയാണ്, അത്രയ്ക്ക് ജസ്റ്റ് ഇമേജ് ഉണ്ടാവും. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ആശയങ്ങൾ, കൂടുതൽ അത് ഭൂമിന്റെ പ്രത്യേകതകളും അതിന്റെ ആ ഒരു സൗരയൂഥവും അതിനെ കുറിച്ചും അങ്ങനെയൊക്കെ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന അത്തരം ടെക്സ്റ്റിനെയാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വാട്ട് ഇസ് ദ മെയിൻ എയിം ഓഫ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് വെക്കുകയാണെങ്കിൽ, ദ മെയിൻ എയിം ഓഫ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ഈസ് ടു ഡിസെമിനേറ്റ് ഇൻഫർമേഷൻ. ഒരു വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ആശയത്തെ കുറിച്ച് സ്റ്റുഡൻസിന് ഒരുപാട് വിശദീകരിച്ച് കൊടുക്കുന്ന തരം ടെക്സ്റ്റിനെയാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഡിസെമിനേറ്റ് ഇൻഫർമേഷൻസ് അഥവാ സ്പ്രെഡ് ഇൻഫർമേഷൻസ്. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഫാക്ട് ആൻഡ് ഐഡിയാസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് റിയൽ വേൾഡ്. നമ്മുടെ ഈ ലോകത്തുള്ള ഒരുപാട് വസ്തുതകളെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് ഫാക്റ്റുകളും ഡിഫറെന്റ് ആശയങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാല്. അഥവാ ചുരുക്കി പറഞ്ഞാല് ഒരു കോൺസെപ്റ്റ് പഠിക്കാണ്ട് നമുക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് വിശദമായി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ്. ഇനി രണ്ട് നരേറ്റീവ് ടെക്സ്റ്റ് ആണ്. നരേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് എഴുതുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സോ നമ്മളൊരു സ്റ്റോറി എഴുതുന്നു, അതല്ലെങ്കിൽ നമ്മളൊരു ഇവന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, നമ്മളൊരു ന്യൂസ് എഴുതുന്നു, ഇതൊക്കെ അതല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രാവലോഗ് എഴുതുന്നു, അതൊക്കെ നരേഷൻ ആണ്. അവിടെ ആ റൈറ്ററുടെ ഒരു പ്രൊഡക്ഷൻ ആണ് ആക്ച്വലി നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ മോസ്റ്റ്ലി ടെൽ സ്റ്റോറീസ് ആർ കോൾഡ് നരേറ്റീവ്. അതുപോലെ തന്നെ ഇതിന്റെ ബേസിക് പേർപ്പസ് എന്നുള്ളത് ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിനൊക്കെ അപ്പുറത്ത് എന്റർടൈനിങ് ആണ്. ഓക്കെ, റീഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ റീഡേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, റീഡേഴ്സിന് കുറച്ച് നമ്മളെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുക, നമ്മുടെ പെർസ്പെക്റ്റീവ് കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നരേറ്റീവ് ടെക്സ്റ്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ബേസിക് പേർപ്പസ് അതാണ്. ഓക്കെ, പ്രസന്റിങ് വൺസ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർ ഡിസ്ക്രൈബിംഗ് എ ന്യൂ ഓർഡേർഡ് സീക്വൻസ്. സോ വി പ്രസന്റ് അവർ എക്സ്പീരിയൻസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. Right, it would be our experience, it would be our opinion, it would be our ideas. So ഇങ്ങനെ നമ്മുടെ ആശയങ്ങളെ നമ്മൾ എഴുതി പിടിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് നരേഷൻ ഓർ നരേറ്റീവ് ടെക്സ്റ്റ്. ഇവിടെ രണ്ട് തരം ടെക്സ്റ്റുകളെയാണ് കണ്ടത്, എക്സ്പോസിറ്ററി ആൻഡ് നരേറ്റീവ്. Is it clear? Yes sir. ഇപ്പൊ ചോദിക്കട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് ഒരു പുസ്തകത്തിൽ കാര്യമായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനെ നമ്മൾ ഏത് ഗണത്തിൽ പെടുത്തണം? ഓക്കെ, എക്സ്പോസിറ്ററി അല്ലെ? അത്രയേ ഉള്ളൂ, അത് ജസ്റ്റ് സിമ്പിൾ തന്നെയാണ്. ഇനി ഇനി ഉള്ള രണ്ട് മൂന്ന് ടോപ്പിക്കുകൾക്ക് ഇങ്ങനെ കോളംസ് ഉണ്ട്. അത് അങ്ങനെ തന്നെ ഷോർട്ടായിട്ട് ടെക്സ്റ്റിലുണ്ട്. ഞാനൊരു മോഡൽ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഈ ഒരു PPT ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, ടെക്സ്റ്റിൽ ഉണ്ടാവും കേട്ടോ. അത് ജസ്റ്റ് നമ്മൾ കോണ്ടന്റ് പഠിച്ചിട്ടാണ് പോവുക. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സെയിം പോയിന്റ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ജസ്റ്റ് നമ്മൾ പറഞ്ഞ ഈ ഒരു എക്സ്പോസിറ്ററിയും നരേറ്റീവ് ടെക്സ്റ്റും പഠിക്കാൻ തന്നെ ഉള്ളൂ. ഇവിടെ കുറച്ചുകൂടി അതിനെ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ടു എക്സ്പോസിറ്ററി ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇംപ്രൂവ് ചെയ്യണം, കൊഗ്നിഷൻ കൂട്ടണം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതൊക്കെയാണ് എക്സ്പോസിറ്ററിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. സോ നരേറ്റീവ് എന്താണ്, ജസ്റ്റ് ഒരു ഇവന്റ് ഡിസ്ക്രൈബ് ചെയ്യുക, ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, അവരിൽ എന്ത് ചെയ്യുക, ഒരു എന്റർടൈൻമെന്റ് കൊണ്ടുവരിക. ഓക്കെ, ഇനി എക്സ്പോസിറ്ററിയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് സ്റ്റൈൽ എന്തൊക്കെയാന്നുള്ളതാണ്. അതിൽ ടെക്നിക്കൽ ടേംസും അതുപോലെ തന്നെ ന്യൂ വേർഡ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ ഫ്രേസസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എക്സ്പോസിറ്ററി ആവുമ്പോൾ. നരേറ്റീവിലാണെങ്കിൽ ഒരാൾക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. സോ അതിനനുസരിച്ചുള്ള ഒരു സിമ്പിൾ ലാംഗ്വേജും ഒരു അട്രാക്റ്റീവ് ലാംഗ്വേജ് ആണ് അതിലുണ്ടാവുക. ഓക്കെ, ഇപ്പോ പ്രസന്റ് വെർബൽ പിക്ചർ വിത്ത് ഇമോഷൻസ് കൊടുത്തിട്ടുണ്ട്, അഥവാ നമുക്ക് കുറച്ച് പിക്ചേഴ്സും അല്ലെങ്കിൽ ഇമോഷൻസും ഒക്കെ അടങ്ങുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗും ഒക്കെ അതിൽ നമുക്ക് കാണാം. ദെൻ സെന്റൻസ് സ്ട്രക്ചർ ആണ്, കോംപ്ലക്സ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള സെന്റൻസസ് ആണ് എക്സ്പോസിറ്ററിയിൽ ഉണ്ടാവുക. അതേസമയത്ത് നരേറ്റീവിൽ സിമ്പിൾ സെന്റൻസസ് ആയിരിക്കും. അതിന്റെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ സെന്റൻസസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും. ദെൻ അതിന്റെ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചുള്ള എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഒരു കോൺസെപ്റ്റിന്റെ റീസൺ എന്താ അല്ലെങ്കിൽ കോസസ് എന്താ, അതിന്റെ എഫക്ട് എന്താ,
നമ്മളൊരു സൂര്യഗ്രഹണം അതിന്റെ കോസസ് എന്താ, അതിന്റെ ഇഫക്റ്റ് എന്താ, അല്ലെങ്കിൽ ഫ്ലഡ് അതിന്റെ കോസസ് ഇഫക്റ്റ്, ഇങ്ങനെ നമുക്ക് അതിന്റെ കാരണങ്ങളും അത് സംഭവിച്ചാലുള്ള നമ്മളെങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. എന്നാൽ നരേറ്റീവിലാണെങ്കിൽ അത്തരത്തില് കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് റൈറ്റിംഗ് ആണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക്, അത്തരം ടോപ്പിക്കുകൾ ഈ ഒരു നരേറ്റീവ് റൈറ്റിംഗിൽ ഉണ്ടായിരിക്കില്ല. ദെൻ അവിടെ പ്രസന്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. നമുക്ക് പിന്നെ കൃത്യമായി ഒരു ക്രോളജിക്കൽ ഓർഡറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന, ഏറ്റവും വാല്യൂബിൾ ആകുന്ന ഇൻഫർമേഷൻസ് ആണ് എക്സ്പോസിറ്ററിയിൽ ഉണ്ടാവുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതും ഒരു ക്രോളജിക്കൽ ഓർഡറിൽ ഉണ്ടാവുക, പക്ഷെ അതിൽ കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഇൻസിഡൻസ്, ഓക്കെ, അതാണ് അതിൽ ഉണ്ടാവുക. അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ആണ് ഇത് തമ്മിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് 2 തരം ടെക്സ്റ്റ് ആണ്, എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ആൻഡ് നരേറ്റീവ് ടെക്സ്റ്റ്. ഓക്കെ, ഇനി ഇത് 3, 4 എന്നല്ല, ഇതിന് വേറെ 2 തരം ടെക്സ്റ്റുകളാണ്, ട്രാൻസാക്ഷണൽ ടെക്സ്റ്റും റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് ഒരു ആശയം ട്രാൻസാക്ട് ചെയ്യുക, അല്ലെ, കൈമാറി കൊടുക്കുക. അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫർമേഷൻസ് കൈമാറുന്ന തരം ടെക്സ്റ്റിനെയാണ് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ് എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ലെറ്റേഴ്സ്, ഇമെയില്, അതുപോലെ തന്നെ ജോബ് ലെറ്റർ, ആപ്ലിക്കേഷൻ ലെറ്റർ, റെസ്യൂം, CV, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളെ നമുക്ക് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ് ആണ്. നമ്മുടെ ഇൻഫർമേഷൻസ് വേറൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൈമാറണം, നമ്മൾ ആശയങ്ങളെ. സോ either in the form of giving a response by a person, നമുക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ആരും ചോദിച്ചതിനുള്ള റെസ്പോൺസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇനിഷ്യേറ്റിംഗ് അതേഴ്സ് ടു റെസ്പോണ്ട്, നമ്മൾ മറ്റുള്ള റെസ്പോൺസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതും ആയിരിക്കാം. സോ ട്രാൻസാക്ട് അവർ ഐഡിയാസ് ത്രൂ ദ ടെക്സ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ്. കണ്ടിന്യൂസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ 2 persons, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും എന്ത് ചെയ്യാം. നമ്മളെ ഈ വാട്സപ്പ് ടെക്സ്റ്റുകളൊക്കെ ട്രാൻസാക്ഷണൽ ടെക്സ്റ്റുകളായിരിക്കും. ഇമെയിൽ ട്രാൻസാക്ഷൻ ടെക്സ്റ്റ്, ഇത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ലെറ്റർ, ഇമെയിൽ, കോൺവെർസേഷൻസ്, ഇതൊക്കെ എന്താണ്? ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ് ആണ്. ദെൻ റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ് ആണ് അടുത്തത്. ഫോക്കസ് ഓൺ ദ തോട്ട് ഓഫ് അതേഴ്സ്, നമ്മൾ ഒരാൾ പറഞ്ഞതിനെ റിഫ്ലക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ സാധാരണ റിഫ്ലക്റ്റീവ് ജേർണൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ ടീച്ചേഴ്സിനിടയിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ TM ഉണ്ട്, ടീച്ചിങ് മാനുവൽ, അല്ലെങ്കിൽ ലെസൺ പ്ലാൻ കഴിഞ്ഞാൽ അതൊരു റിഫ്ലക്ഷൻ എഴുതും. എന്താണ് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്നുള്ള ഒരു സെൽഫ് റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ അതിൽ എഴുതും. സോ ഒരു ആശയം, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അതിനെ കുറിച്ചുള്ള ഒരു തോട്ടാണ്, അതിനെ കുറിച്ച് വേറൊരാൾ പറയുന്നതിനെയാണ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. നമുക്ക് നമ്മളെ അഭിപ്രായത്തെ കുറിച്ച് റിഫ്ലക്ഷൻ നടത്താം, വേറൊരാളുടെ തോട്ടിനെ കുറിച്ചിട്ടും റിഫ്ലക്ഷൻ നടത്താം. ഓക്കെ, ഡിസ്കവർ, എക്സാമിൻ ആൻഡ് ക്രിട്ടിക് വൺസ് ക്ലെയിം ആൻഡ് അസംഷൻസ്, ഒരാളുടെ കണ്ടെത്തലുകൾ, അവരുടെ എക്സാമിനേഷൻസ്, അവരുടെ ചിന്തകൾ, അവരുടെ അഭിപ്രായങ്ങൾ, അതിനെ ഡിസ്കഷന് വിധേയമാക്കുന്നതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്ലക്ട് അപ്പോൺ എ ഡാറ്റ ഓർ ഐഡിയ, ഒരാൾ പറഞ്ഞു വെച്ച ആശയത്തെ നമ്മൾ വീണ്ടും പരിഗണിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് റിവ്യൂസ് ഒക്കെ ആയിരിക്കാം, റിവ്യൂ, ബാക്കി കാര്യങ്ങളൊക്കെ റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അപ്പൊ 4 തരം ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാ? ട്രാൻസാക്ഷണൽ ആൻഡ് റിഫ്ലക്റ്റീവ്. ഓക്കെ, അപ്പൊ 4 പേര് പഠിച്ചു കേട്ടോ. എക്സ്പോസിറ്ററി, നരേറ്റീവ്, ട്രാൻസാക്ഷണൽ ആൻഡ് റിഫ്ലക്റ്റീവ്. ഇനി അതവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ 4 തരം ടെക്സ്റ്റുകളെ പറ്റി കണ്ടില്ലേ, അതവിടെ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ ആൻഡ് ഡെവലപ്പിംഗ് സ്കിൽസ് ഓഫ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ പഠിച്ച റീഡിങ് കോംപ്രഹെൻഷനും റീഡിങ്ങുമായി ബന്ധപ്പെടുത്തിയാണ് വീണ്ടും പറയുന്നത്. ഓക്കെ, റീഡിങ് ആൻഡ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ളതാണ് നമ്മളെ 4 ലാംഗ്വേജിന്റെ മൈക്രോ സ്കില്ലിൽ വരുന്ന 4 സ്കില്ലുകളുണ്ട്, അഥവാ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇവിടെ റീഡിങ് ആൻഡ് റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ള ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആണ്. സോ എന്താണ് റീഡിംഗ് എന്ന് പറഞ്ഞാലാണ് ആദ്യം പറയുന്നത്. എബിലിറ്റി ടു ഡീകോഡ് ദ ലെറ്റേഴ്സ് ഇൻ പ്രിന്റ് ഫോം. പ്രിന്റ് ചെയ്ത ഒരു സാധനത്തിനെ നമ്മൾ ഡീകോഡ് ചെയ്യുക, അതിനെ സൗണ്ട് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തതിനെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് അക്വിസിഷൻ ഓഫ് ഡീകോഡിംഗ് സ്കിൽസ്. അത്തരത്തിൽ നമുക്ക് ലെറ്റേഴ്സ് വായിച്ചെടുക്കാനുള്ള സ്കില്ലുകൾ അക്വയർ ചെയ്യുന്ന ഇതിനെയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ ഓർ റീഡിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ റീഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് മീനിങ്. നമ്മൾ കൃത്യമായിട്ട് റീഡ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വായിക്കണം എന്നുള്ളതാണ്. അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്.
ഫാക്ടേഴ്സ് വിച്ച് ഹിൻഡർ റീഡിംഗ് കോംപ്രഹെൻഷൻ. നിങ്ങൾക്ക് നല്ല ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വായന എന്ന കഴിവിനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ ഡെഫിഷ്യൻസി ഇൻ ദ സ്കിൽ ഓഫ് ഡീകോഡിംഗ് ലെറ്റേഴ്സ് ആർ സൗണ്ട്. ചില കുട്ടികൾക്ക് കണ്ടാല് അഥവാ എഴുത്തുകൾ കണ്ടാല് വായിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മള്? പറഞ്ഞിരുന്നോ? ലേണിംഗ് ഡിസബിലിറ്റി LD. അതില് എന്തൊക്കെ റീഡിങ്ങിന് പ്രശ്നമുള്ള കുട്ടികളുടെ ഡിസബിലിറ്റി ഏതാ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ ഇതൊക്കെയാണ് പ്രധാനമായും പഠിച്ചത്. ഇതിലേതാ? ഡിസ്കാൽക്കുലിയാണോ? അല്ല, അല്ല, അത് കാൽക്കുലേറ്റർ മാത്സ് ആണ്. ഡിസ്ഗ്രാഫിയ, ഗ്രാഫ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരക്കുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എഴുത്ത്. ഓക്കെ, ഡിസ്ലെക്സിയ കേട്ടോ, റീഡിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ. അപ്പം ചില കുട്ടികളെ അങ്ങനെ വായിക്കാൻ കഴിയില്ല, അതൊരു തടസ്സമായിട്ട് വരാം. അതിലുള്ള ഡെഫിഷ്യൻസി, കഴിവ് കുറവ്. ഓക്കെ, 2 ലാക്ക് ഓഫ് പ്രീവിയസ് നോളജ് ഓഫ് വേർഡ് മീനിങ്. ഞാനൊരു പാരഗ്രാഫ് ഇംഗ്ലീഷിൽ തന്നു സങ്കല്പിക്കുക. നിങ്ങൾക്ക് അതിൽ വേർഡ് മീനിങ് അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ റീഡിംഗ് കോംപ്രഹെൻഷനെ ബാധിക്കും. കാരണം അത് വായിച്ച് കൃത്യമായി അതിന്റെ മീനിങ് പറയാൻ നമുക്ക് പറ്റാതെ പോകും. 3 മിനിമം ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫഷൻസി. ഭാഷയിൽ മിനിമം ലെവലുള്ളൂ, നമ്മൾ കുറച്ച് അറിവേ ഉള്ളൂ, അതും റീഡിംഗ് കോംപ്രഹെൻഷനെ ബാധിക്കും. ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്താന്ന് മനസ്സിലാക്കണ? വായിച്ചിട്ട് മനസ്സിലാക്കുക, കോർ മീനിങ് കിട്ടുക, അതല്ലേ? വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പാഠം വായിച്ചിട്ട് ഒരാൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റണില്ലെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും. അതാണ് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അവർക്കൊന്നും ഇങ്ങനെ ലെറ്റേഴ്സ് ഡീകോഡ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേർഡ് മീനിങ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി അഥവാ ആ ഭാഷയിൽ തീരെ പ്രാവീണ്യം ഉണ്ടാവില്ല. പിന്നെ പുവർ റീഡിംഗ് സ്കിൽ, ഇങ്ങനെ വായനയിലുള്ള കഴിവ് പറ്റേ കുറവായിരിക്കും. 5 ഇനബിലിറ്റി ടു പ്രൊനൗൺസ് വേർഡ്സ്, കൃത്യമായി ഓരോ വാക്കും പ്രൊനൗൺസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാം. 6 നോ ഇൻവോൾവ് ഇൻ നോയിങ് ത്രൂ റീഡിങ്, വായനയിലെ കുട്ടിക്ക് ഒരു റോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ തീരെ ഇൻവോൾവ് ആകുന്നുണ്ടാവില്ല. റീഡിങ് ഫ്ലുവന്റ് ആവണമെങ്കിൽ റീഡിങ് നടത്തുന്ന വേണം, അപ്പൊ തീരെ നടത്താത്ത കുട്ടികള്. 7 ലാക്ക് ഓഫ് പേഷ്യൻസ്, ഒരു കുട്ടിക്ക് തീരെ ക്ഷമയില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമ പോലും ഇല്ല. 8 ടഫ് വേർഡ്സ് യൂസ്ഡ്, അഥവാ നമ്മൾ വായിക്കാൻ കൊടുത്തത് എന്താണ്? ഭയങ്കര ടഫാണ്, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജേ അല്ല, ലാംഗ്വേജ് ഭയങ്കര ടഫായി പോയി, എങ്കിലും വായിക്കാൻ കഴിയില്ല. അങ്ങനെ 8 തടസ്സങ്ങൾ കണ്ടോ? ഒരു കുട്ടി കൃത്യമായി റീഡിംഗ് കോംപ്രഹെൻഷൻ നടത്താതിരിക്കാൻ ഉള്ള കാരണങ്ങളാണ് ഈ 8 എണ്ണം പറഞ്ഞത്. ഇനി സ്ട്രാറ്റജീസ് ടു ഹെൽപ് സ്റ്റുഡൻസ് റീഡ് ഫ്ലുവൻലി. നമുക്ക് കൃത്യമായിട്ട് ഒരു കുട്ടി ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കണം. റീഡിംഗ് എന്നുള്ളൊരു സ്കില്ലാണ്. നമ്മളിപ്പോ സ്കൂളിലൊക്കെ വായിക്കുമ്പോൾ ഈ റീഡിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. റീഡിങ് ഒരു തവണ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ എന്തൊരു കോണ്ടന്റ് ആവട്ടെ, നിങ്ങൾ 1ഓ 2ഓ തവണ വായിച്ചാൽ ആ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത കുട്ടികൾക്ക് വരെ അതിൽ നിന്ന് കാര്യം മനസ്സിലാവണം, കാര്യം ഗ്രഹിക്കാൻ കഴിയണം എന്നാണ് പറയാം. നമ്മളൊരു സ്റ്റോറി കുട്ടിക്ക് വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല, ഇംഗ്ലീഷിലുള്ള സ്റ്റോറിയാണ്. ആ സ്റ്റോറി കുട്ടിക്ക് അറിയില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് അതിന്റെ ആ കോണ്ടന്റ് അല്ലെങ്കിൽ തീം സമ്മറി മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് റീഡിങ്ങിന്റെ പ്രത്യേകത. അതെങ്ങനെ സാധ്യമാവുക? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? പ്രൊണൗൺസിയേഷനിലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അപ്പൊ മനസ്സിലാവും കുറെയൊക്കെ. പ്രൊണൗൺസിയേഷൻ കുറെ കിട്ടും, ഫേഷ്യൽ എക്സ്പ്രഷൻ കുറെ കിട്ടും, ടോണൽ വേരിയേഷൻ കുറെ കിട്ടും, നമ്മുടെ ആക്ഷൻസ്, ജെസ്റ്റേഴ്സ് ഇത് കുറെ കിട്ടും. ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കലർത്തി കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയാം. ഓക്കെ, അപ്പം എന്താണ് കുട്ടിന്റെ റീഡിങ് ഫ്ലുവന്റ് ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പ്രിവ്യൂവിങ്, ദാറ്റ് മീൻസ് അതില് ഉള്ള ടൈറ്റില്, ഫോട്ടോസ്, കോണ്ടന്റ് ഇതൊക്കെ പ്രിവ്യൂ അവർക്ക് കാണാൻ കഴിയണം. ഓക്കെ, അഥവാ അവർക്ക് അതെന്താന്നുള്ളത് റിവ്യൂ നടത്താനും
അല്ലെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും അത് അവർക്കൊന്ന് കാണാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, പ്രിഡിക്റ്റിങ്. അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഒരു സിറ്റുവേഷൻ എന്താണ് ഇതിൽ ഉണ്ടാകുക എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറയണം. അപ്പൊ അവരിങ്ങനെ ഒരു ഏകദേശം ഇന്നതായിരിക്കാം, നമ്മളൊരു സെന്റൻസ് കിട്ടി അങ്ങനെയല്ല പറയാം, അതിന്റെ ഏകദേശം മീനിങ് നോക്കിയിട്ട് ഇന്നതായിരിക്കും ഇതിന്റെ അർത്ഥം എന്ന് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത് പഠിക്കണം. മൂന്ന്, സ്കിമ്മിങ്. സ്കിമ്മിങ്, സ്കാനിങ്, രണ്ട് തരം റീഡിംഗ് ആണ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാലേ നമ്മളൊരു പത്രം വായിക്കൽ എങ്ങനെയാ? നിങ്ങൾ പത്രത്തിലൊരു വാർത്ത വായിക്കുകയാണ്, അതിലിങ്ങനെ ഓരോ വേർഡ് ബൈ വേർഡ് ഇങ്ങനെ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ 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 വായിക്കോ? അതല്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പീഡായി വായിച്ചിട്ട് എന്താണ് സംഭവിക്കണേ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ലേ? ഓട്ടിച്ച് വായിക്കും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചിട്ട് എന്താണ് അതിലെ മൊത്തത്തിൽ അവിടെ കൂടെ ചിലപ്പോൾ ചില ആളുകൾ ഒരു ലൈനിങ്ങനെ വായിച്ചാൽ ഓക്കെ അടുത്ത ലൈൻ ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് വായിച്ചിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കൂലേ? അതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വിക്ക് റീഡിങ് ടു ഗെറ്റ് മെയിൻ ഐഡിയ. എന്താണ് അതിൽ പറഞ്ഞതെന്ന് മാത്രം കിട്ടിയാൽ മതി. ഓരോന്നും ഇങ്ങനെ അതിന്റെ ഒരു ഇൻഡെപ്ത് എന്താണ് ഡീറ്റെയിൽഡ് നമുക്ക് വേണ്ട. ഓക്കെ, അതാണ് സ്കിമ്മിങ്. മനസ്സിലായോ? നമ്മളൊരു നോവൽ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നോട്ടീസ് വായിക്കുക, കല്യാണ കത്ത് വായിക്കുക, അങ്ങനെയൊക്കെ കല്യാണമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുക. ദെൻ സ്കാനിങ് ആണ് കേട്ടോ. സ്കാനിങ് എന്ന് പറഞ്ഞാല് ഇതേപോലെ പെട്ടെന്നൊരു വായനയാണ്. പക്ഷെ അതില് നമ്മൾ എന്ത് നോക്കുള്ളൂ, നമുക്കൊരു സ്പെസിഫിക് ഐഡിയ, സ്പെസിഫിക് ആയിട്ട് ഒരു നോളജ് ഉണ്ടാക്കേണ്ടി വരും. സ്പെസിഫിക് പോയിന്റ് നമുക്ക് കണ്ടെത്താനുണ്ടാവും. അത് മാത്രം വായിക്കുക. ഒരു ഉദാഹരണം പറയാട്ടോ. ഇപ്പൊ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് തന്നിട്ട് പിന്നെ അതില് നമുക്ക് പിന്നെ ഇന്ത്യന്റെ പ്രധാനപ്പെട്ട 5 ഡേറ്റുകളുണ്ട്. ഓക്കെ, ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അതിൽ ഇന്ത്യയെ കുറിച്ച് പ്രധാനമായിട്ടും 5 ഡേറ്റുകൾ തന്നിട്ടുണ്ട്. അത് കണ്ടെത്താൻ പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ വായിക്കണ്ടാവുക? അതിൽ 5 ഡേറ്റുകൾ കാണണം. അതാ വായിക്കേണ്ടത്. എങ്ങനെ വായിക്കണ്ടാവുക? നമ്പേഴ്സ് മാത്രം കോൺസെൻട്രേറ്റ് നമ്മളിങ്ങനെ നമ്പർ മാത്രം മനസ്സിൽ വെച്ചിട്ട് അതിങ്ങനെ നോക്കും. ആ നമ്പറുകൾ ഉണ്ടോ എന്ന് മാത്രം നോക്കും, അല്ലെ? അപ്പൊ നമ്പറുകൾ വേഗം കാണുകയും ചെയ്യും. എന്നാൽ അതിന് അപ്പുറത്തുള്ളത് നമ്മൾ കാണൂല. മീൻസ് നമ്മൾ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് കോണ്ടന്റിന് വേണ്ടി മാത്രം വായിക്കുന്നതാണ് എന്ത്? സ്കാനിങ്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു കല്യാണ കത്ത് കിട്ടിയാല് നമ്മൾ അതില് കാര്യമായിട്ട് എന്താ നോക്കുക? ഡേറ്റ്. നമുക്ക് ചെക്കൻ്റെ പെണ്ണിന്റെ പേരൊക്കെ അറിയാമെങ്കിൽ പിന്നെ അയിമക്ക് മുതലാ നോക്കൂല. നമ്മൾ നോക്കുക കൃത്യമായിട്ട് ഡേറ്റ്. നിങ്ങൾക്ക് ഡേറ്റും അറിയാം, പ്ലേസും ഡേറ്റും അറിയാം, എല്ലാം അറിയാം. പക്ഷെ കല്യാണക്കത്ത് കിട്ടി, നമ്മൾ അങ്ങോട്ട് നോക്കുക. ബന്ധുക്കളുടെ പേരൊക്കെ കല്യാണത്തിലുണ്ടാവോ? ഉപരജാലപൂർവ്വം പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ കൊടുക്കാറുണ്ട്. ഓ ജമ്മോ, വേറെ എന്തൊക്കെ നോക്കാണ്ട്? ടൈം എപ്പോഴാണ് ചെല്ലേണ്ടത്, ലൊക്കേഷൻ ആണോ? നിങ്ങളെന്താ നോക്കല്ലേ വെച്ചേ? നിങ്ങൾ നോക്ക്, നിങ്ങൾക്കല്ലേ അറിയാം. എനിക്കാണോ എന്നോട് ചോദിക്കണേ? അതിന്റെ ഭംഗിയൊക്കെ നോക്കും. ഞാൻ അതിന്റെ ഭംഗി നോക്കും, എന്തൊക്കെ മോഡൽ പുതിയത് തിരുത്താൻ പറ്റിയോ അതൊക്കെ. ഓക്കെ, എന്നാലും നിങ്ങളെ ഫ്രണ്ട് നമ്മളെ കൂടെ കളിക്കുന്ന നമ്മളെ ബാച്ചിലൊരു കുട്ടിയാണ്. ഒരു ഉദാഹരണം, ആരാ കല്യാണം കഴിപ്പിക്കണ്ടേ? കല്യാണം കഴിക്കാത്ത ആരാ? മേഘ. ഓക്കെ, മേഘന്റെ കല്യാണമാണ്. മേഘ കല്യാണക്കത്ത് ഗ്രൂപ്പിലിട്ട് നമ്മൾ എന്താ നോക്കുക? നമ്മൾ എന്തൊക്കെ നോക്കുക? മേഘന്റെ കല്യാണം മാത്രം നമുക്ക് മനസ്സിലാക്കണേ. കല്യാണക്കത്ത് ഗ്രൂപ്പിലിട്ട് നമ്മൾ എന്താ നോക്കുക? ലൊക്കേഷൻ, സ്ഥലം, എപ്പോഴാ നോക്കൂ, എന്താ ഡേറ്റ് നോക്കും, പരിപാടി നോക്കും. ചെക്കന്റെ പേരൊക്കെ നോക്കും അല്ലെ? ചെക്കന്റെ വീട്. ഓക്കെ, അപ്പൊ നമ്മളെ മനസ്സിലുണ്ടാവുക. പക്ഷെ അതിൽ വേറെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ കൃത്യമായി എല്ലാവരും കല്യാണത്തിന് വരണം, താങ്കളുടെ ആ ഒരു പ്രസൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നൊക്കെ നമ്മൾ നോക്കിണ്ടാവില്ല. ഗൂഗിൾ മാപ്പിന്റെ സ്കാനർ കൂടെ കൊടുക്കുന്നുണ്ട്, അത് നോക്കും ഞാന്. അത് നോക്കൂലേ? അങ്ങനെയാണ്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോരോ കോണിന് വേണ്ടില്ല. അപ്പൊ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് സ്കാനിങ്. ഓക്കെ, ഒരു സ്കാനിങ് പഠിപ്പിക്കാൻ മേഘനെ കല്യാണം വരെ കഴിപ്പിച്ച്. അല്ലെ നമുക്ക് റിസൾട്ട് ഒക്കെ കിട്ടുമ്പോ നമ്മളിങ്ങനെ ഗ്രേഡ് മാത്രം നോക്കൂലേ, എഫ് ആണോ പാസ്സായോ റബ്ബി. അതെ. ഇനി ഗസ്സിങ് ഫ്രം ടെക്സ്റ്റ് ആണ്, അഥവാ ജസ്റ്റ് മീനിങ് എന്താന്ന് കുട്ടികളെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കുക. അങ്ങനെയും എന്ത് ചെയ്യാം? റീഡിങ് ഫ്ലുവൻ്റ് ആക്കാം. റീഡിങ് കോംപ്രഹെൻഷൻ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ്. പിന്നെ സമ്മറൈസിങ് ആൻഡ് പാരഫ്രൈസിങ്. അവർ എന്ത് വായിച്ചാലും അതിന് സമ്മറി എഴുതാൻ പറയാ, അല്ലെങ്കിൽ സമ്മറി പറയാൻ പറയാ. അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം കൊടുത്താൽ അവരെന്ത് ചെയ്യും?
ശരിക്കും വായിക്കുന്നതാണ്. അപ്പോൾ പ്രിവ്യൂവിങ്, പ്രഡിക്റ്റിംഗ്, സ്കിമ്മിങ്, സ്കാനിങ്, ഗസ്സിംഗ് ഫ്രം ടെക്സ്റ്റ് ആൻഡ് സമ്മറൈസിങ്. ഒരു 6 സ്ട്രാറ്റജീസ് ആണ് റീഡിങ് ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടി കൊടുത്തത്. ഇനി ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് റീഡിംഗ് കോംപ്രഹെൻഷൻ, അഥവാ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ വീണ്ടും പറയുന്നുണ്ട്. ഒന്ന്, യൂസ് ഫ്ലാഷ് കാർഡ്സ്, സ്പെല്ലിംഗ് കാർഡ്സ് എക്സെട്ര. ക്ലാസ്സിൽ കുട്ടികൾക്ക് നമുക്ക് ഫ്ലാഷ് കാർഡുകൾ കാണിക്കാം. ഫ്ലാഷ് കാർഡ് ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്ലഗ് കാർഡ്, ഫ്ലാഷ് കാർഡ്, ഇങ്ങനെ ചില കാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സർ. അപ്പൊ ഒരു പുതിയ വേർഡ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊരു കാർഡ് കാണിച്ചു കൊടുക്കുന്നതാണ് ഫ്ലാഷ് കാർഡ് പറയുന്നത്. സ്പെല്ലിംഗ് കാർഡുകളൊക്കെ നമുക്ക് കാണിക്കാം. ഞാൻ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് റീഡിംഗ് വിത്ത് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ. ടീച്ചേഴ്സ് റീഡിംഗ് എന്നുള്ള സാധനമുണ്ട്. മോഡൽ റീഡിംഗ്, ടീച്ചേഴ്സ് റീഡിംഗ്, അതല്ലെങ്കിൽ ലൗഡ് റീഡിംഗ് ബൈ ദ ടീച്ചർ, ഇങ്ങനെയൊക്കെ അതിന്റെ സ്റ്റെപ്പുകൾക്ക് ഒരു പേരുണ്ട്. അപ്പൊ അങ്ങനെ ടീച്ചർ എന്ത് ചെയ്യുക, ശരിക്കും ഒന്ന് വായിച്ചു കൊടുത്താൽ കുട്ടികൾ അത് കേട്ട് വായിച്ചോളും. 3, ഗിവ് എക്സ്പ്ലനേഷൻ ഫോർ ന്യൂ വേർഡ്സ്. അതിലുള്ള ന്യൂ വേർഡ്സിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. എന്താണ് ഇതിന്റെ മീനിങ്, ഹൗ ടു പ്രൊനൗൺസ് ദ വേർഡ് ആൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ന്യൂ വേർഡ്, അങ്ങനെ സംഭവം കൊടുക്കുക. 4, സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു ഫ്രെയിം ന്യൂ സെന്റൻസസ് വിത്ത് ന്യൂ വേർഡ്സ്. കുട്ടികൾ ന്യൂ വേർഡ്സ് പഠിച്ചാൽ ആസ്ക് ദം ടു മേക്ക് സെന്റൻസസ് ബൈ യൂസിങ് ദ ന്യൂ വേർഡ്സ്. ഈ ന്യൂ വേർഡ്സ് വെച്ചിട്ട് അവരോട് സെന്റൻസസ് ഉണ്ടാക്കാൻ പറയാം. ഓക്കെ. 5, ഗീവ് എക്സസൈസസ് ലൈക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെയുള്ള എക്സസൈസുകൾ കൊടുക്കുക. ആർ ഗീവ് ട്രെയിനിങ് ടു റീഡ് അലൗഡ്. ലൗഡ് റീഡിങ്, സൈലന്റ് റീഡിങ്, ലൗഡ് റീഡിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? സൈലന്റ് റീഡിങ്ങിന്റെ പ്രത്യേകതയും ലൗഡ് റീഡിംഗ് പ്രത്യേകത പഠിച്ചോ? എനിക്ക് ഓർമ്മയില്ല. ഇല്ല സർ, ഇല്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇല്ല. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ട് 2 റീഡിങ്ങിനെ പരിചയപ്പെടുത്താം. ഇവിടെ വേറെ റീഡിങ്സ് ഉണ്ട് കേട്ടോ. പ്രധാനമായിട്ട് 2 പരിചയപ്പെടുത്താണ്. ഒന്ന് സൈലന്റ് റീഡിങ്, മറ്റൊന്ന് ലൗഡ് റീഡിങ്. സൈലന്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഹയർ ക്ലാസ്സിലൊക്കെ കൂടുതൽ ആപ്റ്റ് ആകുന്ന ഒന്നാണ്. നമ്മളൊരു പാഠം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളോട് എന്ത് ചെയ്യുന്നവരോ അതൊന്ന് ജസ്റ്റ് സൈലന്റ് ആയിട്ട് വായിച്ചിട്ട്, അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. സൈലന്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ പേസിൽ, അവരുടെ സ്പീഡിൽ വായിക്കണം. അവര് ഫിംഗേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഫിംഗർ കീപ്പ് ചെയ്തിട്ട് വായിക്കണം. അതേപോലെ ന്യൂ വേർഡ്സോ അവർക്ക് ഡൗട്ട്ഫുൾ വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അതേപോലെ ആ സമയത്ത് സംസാരിക്കാനോ തലതിരിക്കാനോ ഡിസ്കസ് ചെയ്യാനൊന്നും പാടില്ല. ഇൻഡിവിജ്വൽ സൈലന്റ് റീഡിംഗ് ആണ് ആ സമയത്ത് നടത്തുക. അതാണ് സൈലന്റ് റീഡിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, സ്വന്തം പേസിൽ, സ്വന്തം സ്പീഡിൽ, സ്വന്തം വായിച്ചെടുക്കുന്നതാണ് സൈലന്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. ലൗഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിക്ക് വായിക്കാൻ അറിയോ എന്നുള്ളത് ആ കുട്ടിക്കും തന്റെ കൊളീഗ്സിനും ടീച്ചേഴ്സിനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ലൗഡ് റീഡിംഗ്. ലൗഡ് റീഡിങ്ങിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ലൗഡ് റീഡ് ചെയ്യുമ്പോൾ നമുക്കത് ആദ്യം കേൾക്കും. അപ്പം നമ്മുടെ ഒരു 1, 2, 3 സെൻസുകൾ നമുക്ക് ആക്റ്റീവ് ആക്കിയിട്ട് ഇത് വായിക്കാൻ പറ്റും എന്നൊക്കെയാണ് ലൗഡ് റീഡിങ്ങിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഉറക്കെ വായിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. 7, ഗിവ് ട്രെയിനിങ് ഫോർ സൈലന്റ് റീഡിങ്. ഓക്കെ, തൊട്ട് താഴെ സൈലന്റ് റീഡിംഗ് ഉണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8, ബുള്ളറ്റിൻ ബോർഡ് ടു ഡിസ്പ്ലേ ഹെഡ്ലൈൻസ്. നമുക്ക് ഇങ്ങനെ ഈ പത്രത്തിലെ ന്യൂസ് ഹെഡ്ലൈൻസ് ഇതൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള ബുള്ളറ്റിൻ ബോർഡൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, അതിൽ അങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളൊന്ന് വായിക്കും, ഇങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളൊന്ന് വായിക്കും, അങ്ങനെയൊക്കെ അവർ വായിച്ചെടുത്തോളും. ഓക്കെ. ദെൻ പ്രൊവൈഡ് ഫെസിലിറ്റേറ്റിംഗ് എൻവയോൺമെന്റ് ടു ആസ്ക് ഡൗട്ട്സ്. കുട്ടികൾ വായിക്കുമ്പോൾ അവർക്ക് ഡൗട്ടുകൾ വരും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. 10, പ്രൊമോട്ട് ഗ്രൂപ്പ് റീഡിംഗ്. കുട്ടികളെ ഗ്രൂപ്പിൽ ഇരുത്തി വായിപ്പിക്കുക. ഈ ഗ്രൂപ്പ് റീഡിങ്ങിന് വ്യത്യസ്തമായ രീതികളുണ്ട്. ഒരു കുട്ടി ഒരു സെന്റൻസ് വായിക്കുന്നു, അടുത്ത കുട്ടി അടുത്ത സെന്റൻസ് വായിക്കുന്നു, പിന്നത്തെ കുട്ടി അടുത്ത സെന്റൻസ് വായിക്കുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന മോഡൽ ഉണ്ട്. ഒരു കുട്ടി പകുതി വായിക്കുന്നു, പിന്നെ അടുത്ത കുട്ടി വായിക്കുന്നു, അങ്ങനെയുള്ള മോഡൽ ഉണ്ട്. ക്ലാസ് മൊത്തം ഒരു 4-5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് റീഡിങ് കൊടുക്കാൻ പറ്റും. 11, അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് ടു ഇൻടോണേഷൻ ആൻഡ് പോസ്. നമ്മുടെ റീഡിങ്ങിലെ പോസിനും ഇൻടോണേഷൻ അഥവാ ടോൺ അതിന് വല്ലാത്തൊരു പ്രാധാന്യമുണ്ട്. നമ്മുടെ സംസാരത്തിലും പോസിന് പ്രാധാന്യമുണ്ട്. ചില പോസുകളെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അടുത്തൊരു സെന്റൻസ് പറഞ്ഞാൽ ഒന്ന് നന്നായേനെ എന്നൊക്കെ തോന്നിപ്പോ. ചില സൈലൻസുകൾക്ക്, ചില പോസുകൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലേ? ഈ സൈലൻസിനെ, പോസിനെ നമ്മള്
പിന്നെ ക്ലാസ്സിലൊക്കെ അല്ലേ, ക്ലാസ് ഭയങ്കര ഡിസോർഡർ ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വേറെ എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ ഏർപ്പെട്ടു നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ പോസ് കീപ്പ് ചെയ്താൽ മതി, സൈലൻസ് കീപ്പ് ചെയ്താൽ മതി. നമ്മളൊരു പ്രത്യേക പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ അവരെ മാറി മാറി ഓരോ തലയിലേക്ക് നോക്കുക. അപ്പം കുറെ കുട്ടികൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവൻ സൈലന്റ് ആവും, എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടുത്ത സൈലന്റ് ആവും. അങ്ങനെ ഇങ്ങനെ നമുക്ക് നമ്മളൊരു സൈലൻസിലൂടെ മാത്രം ഒരു ക്ലാസ്സിന് മൊത്തം സൈലൻസ് ആക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. വലിയ വലിയ കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും, വേഗം വേഗം പറ്റും. ചെറിയ മക്കളാകുമ്പോൾ അവർ പിന്നെ സംസാരിക്കും, പിന്നെ നോക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെ ടൈം എടുക്കും. പക്ഷെ വലിയ കുട്ടികൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ പറയേണ്ടത് വെച്ചാല് റീഡിങ്ങിന്റെ ഇടയിലുള്ള പോസും റീഡ് ചെയ്യുമ്പോഴുള്ള ഇന്റോണേഷനും ആണ്. നിർത്തി നിർത്തി വായിക്കുക. ഒരു സെന്റൻസ് നമ്മള് ശരിക്കും സെന്റൻസ് വായിക്കുമ്പോൾ എപ്പോഴാണ് നിർത്തേണ്ടത്? ഒരു മീനിങ് ഫുൾ സ്റ്റോപ്പ് എത്തുമ്പോ. ഫുൾ സ്റ്റോപ്പിന്റെ പേരെന്തേലും? പീരീഡ്. ആരാ ഫസ്റ്റ് പറഞ്ഞേ? കാർത്തിക് എല്ലാവരും കയ്യിലെടുത്താണ്. മൈക്ക് മ്യൂട്ട് ഓഫ് ആക്കിയിട്ട് കൈയടിക്കണം, എന്നാലും കേൾക്കുള്ളൂ. വീട്ടിലത്തെ ആളുകള് തെറ്റിദ്ധരിക്കണുണ്ടോ? അല്ലെങ്കിൽ അവൾക്ക് എന്താ ഭ്രാന്തായൊന്നും കരുതണ്ട. ഓക്കെ. ആൻഡ് എൻകറേജസ് ദ യൂസേജ് ഓഫ് ഡിക്ഷണറി. അല്ലെ, നമ്മളെ ഡിക്ഷണറി എന്ന് കേട്ടണോ? ഡിക്ഷണറി ഉപയോഗിക്കാൻ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യണം. എന്തിനാ ഡിക്ഷണറി ഉപയോഗിക്കണേ? നമുക്ക് പറഞ്ഞതാ പോരെ? അല്ല, ഒരു വേർഡ് കണ്ടിട്ട് തന്നെ കുറെ വേർഡുകൾ മനസ്സിലിങ്ങനെ കടന്നു. ഒരു വേർഡിലേക്ക് എത്താൻ കുറെ വേർഡുകൾ താണ്ടി പോകണം അല്ലേ? ഡിക്ഷണറി ഉപയോഗിക്കാം. നമ്മൾ കുട്ടികളുടെ വേർഡ് മീനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കേണ്ട ആവശ്യമില്ല. ഗോ ആൻഡ് റെഫർ ദ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മതി. അത് ശരിക്കും ഒരു കുറവല്ല. ഇപ്പൊ ഒരു നേരെ ചാറ്റ്ജിപിടിയോട് ചോദിച്ച ആൻസർ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഇതില്ല. ചാറ്റ്ജിപിടിയും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ അവിടെ ഉണ്ട്. യെസ്. ആൻഡ് ലെറ്റ് ദം യൂസ് ഇന്റർനെറ്റ്. നെറ്റ് ഉപയോഗിച്ചാണ് കുറെ അവർക്ക് റീഡിങ് കോമ്പറേഷൻ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മളങ്ങനെ 10-13 ഹൗ ടു ഡെവലപ്പ് റീഡിങ് കോംപ്രഹെൻഷൻ, അതിലുള്ള ഒരു 10-13 മാർഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാനുള്ളതും നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഉപയോഗിക്കാനുള്ളതും ഒക്കെയാണ്. സോ മൈൻഡ് ഇറ്റ്. ഇനി വീണ്ടും നമ്മുടെ ലാംഗ്വേജ് സ്കിൽസിലേക്കാണ് പോണേ. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ഞാൻ LSRW കിട്ടുന്നത് നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ വരാൻ വേണ്ടിയാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അതിൽ റിസെപ്റ്റീവ് സ്കില്ലും പ്രൊഡക്റ്റീവ് സ്കില്ലും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു അല്ലേ? ലിസണിങ്ങും റീഡിങ്ങും റിസെപ്റ്റീവ് ആണ്, റൈറ്റിങ്ങും സ്പീക്കിങ്ങും പ്രൊഡക്റ്റീവ് ആണ്. ഇതിലൊരു 2 എക്സ്ട്രാ ഇതുമാണ് വരുന്നത്, ഓറൽ സ്കില്ലും റിട്ടേൺ സ്കില്ലും. ഓക്കെ, അപ്പൊ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കും, അതിന് ഓറൽ സ്കിൽ എന്നാ പറയുന്നത്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. റിട്ടേൺ സ്കിൽ എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ദെൻ വീണ്ടും നമ്മൾ ലിസണിങ്ങിനാണ്. റിസീവിങ് സൗണ്ട് സിമ്പിൾസ് ആണ് ലിസണിങ് എന്ന് പറഞ്ഞാൽ. 2 തരം ലിസണിങ് ഉണ്ടെന്നാണ്, ആക്റ്റീവ് ലിസണിങ് ആൻഡ് പാസീവ് ലിസണിങ്. നിങ്ങൾ കേട്ടോ ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്ങും ഉണ്ടെന്ന്? ഓക്കെ, നമ്മളൊരാളെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയോട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്നതിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയാം. പാസീവ് ലിസണിങ്ങിന് ഒരു ഉദാഹരണം ആയിരിക്കും പറയാൻ പറ്റുമോ? ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. വേറെ ഇപ്പൊ ക്ലാസ് നമ്മള് എല്ലാരും ടീച്ചേഴ്സ് കേൾക്കുമല്ലോ. ഐ മീൻ നമ്മളും സൗണ്ട് എടുത്താലൊക്കെ ഐ മീൻ എന്താ പറഞ്ഞതൊക്കെ കേൾക്കും. ഓക്കെ, നമ്മളൊരു ബസ്സിൽ പോകുമ്പോ ഒരു അനൗൺസ്മെന്റ് അതിൽ ഇങ്ങനെ പോയി, സ്വാഭാവികമായിട്ട് നമ്മള് ജസ്റ്റ് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കും, പിന്നെ അത് ശ്രദ്ധിക്കൊന്നുമില്ല. അതൊരു പാസീവ് ലിസണിങ് ആണ് അല്ല. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ആക്ച്വലി എന്റെ ഇവിടുത്തെ ഫാൻ ഇങ്ങനെ കറങ്ങുന്ന സൗണ്ട് ഒക്കെ ഉണ്ട്, അത് എനിക്ക് പാസീവ് ലിസണിങ് ആണ്. നിങ്ങൾ എന്തെങ്കിലും അവിടുന്ന് പറയുമ്പോൾ ഞാനത് ആക്റ്റീവ് ലിസണിങ് ആണ് ഞാൻ ചെയ്യണേ. ഇപ്പൊ എന്റെ ക്ലാസ് ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ പാസീവ് ലിസണിങ്ങിൽ കേൾക്കുന്നുണ്ടാവും, ചില ആളുകൾ ആക്റ്റീവ് ലിസണിങ്ങിൽ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു വർക്കിലാണ്, ജോലിയിലാണ്, കൂടെ അപ്പുറത്ത് ക്ലാസ്സും ഉണ്ട്, ഇടയ്ക്കത് കേൾക്കുന്നുണ്ട്, ഞാൻ എന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പാസീവ് ആണ്, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ആക്റ്റീവ് ആണ്. എന്നാലോ എല്ലാതും മാറ്റി വെച്ച് മക്കളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് പഠനമൊക്കെ ബാക്കി റൂമിലേക്ക് വന്നിരുന്ന് ഇതൊന്ന് കേൾക്കട്ടെ, ഇയാളെന്താ പറഞ്ഞത് കേൾക്കട്ടെ എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ ഇപ്പൊ ആക്റ്റീവ് ലിസണിങ് നടത്തുന്നുണ്ടാവും. ഇനി സ്ട്രാറ്റജീസ് ഫോർ ഇഫക്റ്റീവ് ലിസണിങ് ആണ്.
നല്ല ഒരു ലിസണിങ് കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഉള്ള സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. 2 സ്ട്രാറ്റജികളാണ് പറയുന്നത്. ഒന്ന് ടോപ്പ് ഡൗൺ സ്ട്രാറ്റജിയും 2 ബോട്ടം അപ്പ് സ്ട്രാറ്റജിയാണ്. അഥവാ ടോപ്പ് ഡൗൺ സ്ട്രാറ്റജി ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ലിസണർ ബേസ്ഡ് ആണ്. എന്ന് വെച്ചാല് ഇൻക്ലൂഡ് ലിസണിങ് ഫോർ ദ മെയിൻ ഐഡിയ. അപ്പൊ ഒരു ആശയം നമ്മൾ എന്ത് ചെയ്യും, ശരിക്കും ആ ലിസണർ ശരിക്കും കേൾക്കും, എന്നിട്ട് അത് പ്രിഡിക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് അവിടെ നടക്കുക എന്നുള്ള കൃത്യമായ ഒരു ഡ്രോയിങ്സ് ഉണ്ടാക്കും, അത് സമ്മറൈസ് ചെയ്യും. ഇതൊക്കെയാണ് ഒരു ടോപ്പ് ഡൗൺ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിങ്ങനെ നമ്മൾ ആ ഒരു ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്ങും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് വരും തോന്നുന്നില്ല. എങ്കിലും 2 സ്ട്രാറ്റജീസ് ആണ് ലിസണിങ് നടത്താൻ സാധ്യതയുള്ള 2 സ്ട്രാറ്റജീസ്. ബോട്ടം അപ്പ് സ്ട്രാറ്റജി ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. where listener make use of their linguistic knowledge to understand the information. അഥവാ എന്താണ് ലിസണർ മേക്ക് യൂസ് ഓഫ് ദിയർ ലിംഗ്വിസ്റ്റിക് നോളജ്. ലിസണർ എന്ത് ചെയ്യണം, തന്റെ ആശയങ്ങളും ഇതൊക്കെ വെച്ച് നമ്മൾ കേൾക്കുന്ന ഇൻഫർമേഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വ്യക്തിയത്തിൽ അങ്ങനെയല്ല. ലിസണർ എന്ത് ചെയ്യും, ലിസണർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. അത് ലിസണർ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഇന്റർഫിയറൻസ് എന്താ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ അവിടെ ഒന്നിൽ ലിസണർ കുറച്ച് ആക്റ്റീവ് ആയിരിക്കും, മറ്റൊരു ലിസണർ കുറച്ച് പാസീവ് ആയിരിക്കും. അപ്പം 2ലാണെങ്കിലും ലിസണർ ആണ് മെയിന്. ഓക്കെ, ഒന്നില് where listener make use of their linguistic knowledge to understand the information. നമ്മൾ ഓൾറെഡി നമ്മളിലുള്ള ലാംഗ്വേജ് സ്കില്ലൊക്കെ വെച്ച് ആ കേട്ട സാധനത്തിന് എഫേർട്ട് ഇട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ബോട്ടം അപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് നേരെ റീഡിങ് സ്കില്ലിലേക്ക് പോകുമ്പോൾ ഇതൊരു റിസപ്റ്റീവ് സ്കില്ലാണ്. റെക്കഗ്നൈസിങ് ദ പ്രിന്റഡ് ലെറ്റേഴ്സ്, വേർഡ്സ്, പ്രൊനൗൺസിങ് ദ പ്രിന്റഡ് വേർഡ്സ്. റീഡിങ് എന്ന് പറഞ്ഞാല് ഇത് ഓൾറെഡി ഇങ്ങനെ റീഡിംഗ് ഒക്കെ മുന്നേ വന്ന് വീണ്ടും ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പൊ എന്താണ് റീഡിംഗ് എന്നുള്ളതിന് അതിന് സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഒന്ന് വേർഡ് റെക്കഗ്നിഷൻ ആണ്. നമ്മുടെ മുന്നിലുള്ള വാക്കുകളെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ റീഡിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി. ദെൻ കൺസ്ട്രക്ടിങ് മീനിങ്. ആ വായിച്ചു കഴിഞ്ഞ് അതിൽ നമ്മൾ മീനിങ് കണ്ടെത്തിയാല്, കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേറൊരു സ്റ്റെപ്പായി. ദെൻ ഇന്റഗ്രേറ്റിംഗ് ദ കോംപ്ലൈന്റ് വേർഡ്സ് മേക്ക് മീനിങ് ഫുൾ സെന്റൻസസ്. അങ്ങനെ ഒരു വേർഡ് കണ്ടു, അതിന് മീനിങ് ഉണ്ടാക്കി, പല വേർഡുകൾ കണ്ടു, അതെല്ലാം കൂടി കൂട്ടി വെച്ച് ഒരു മീനിങ് ഫുൾ സെന്റൻസസ് ആക്കുമ്പോൾ 3ാമത്തെ ഒരു സ്റ്റെപ്പായി. ദെൻ ഡെവലപ്പിംഗ് ബാക്ക്ഗ്രൗണ്ട് നോളജ്. അങ്ങനെ ആ ഒരു സെന്റൻസ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി, പക്ഷെ അതിന്റെ അർത്ഥം മാത്രം പോരാ, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടാവും. ആ സെന്റൻസ് വരാനുള്ള വേറെ കാരണങ്ങൾ ഉണ്ടാവും. സോ അതിന്റെ സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കിയാൽ 4ാമത്തെ സ്റ്റെപ്പ്. 5 യൂസിങ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ടു കൺസ്ട്രക്ട് മീനിങ്. ഇനി ഈ ഒരു ഇത്തരത്തിൽ നമ്മൾ നേരിട്ട് ഒരു മീനിങ് ഉണ്ടാക്കി, ഇതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രീവിയസ് നോളജ് വെച്ചിട്ടും അല്ലെങ്കിൽ വേറെ ആളുകളടുത്ത് ചോദിച്ചിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മീനിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യാം. അത്തരത്തിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് 5ാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നത്. ദെൻ അങ്ങനെ നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് ഒക്കെ വായിച്ച് കൃത്യമായി അതിന്റെ മീനിങ് മനസ്സിലാക്കാനുള്ള സ്കില്ല് നമ്മൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ആ റീഡിങ് കോംപ്രഹെൻഷന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുകയാണ്. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്, ഇംപ്രൂവിങ് ദ സ്പീഡ് ഓഫ് റീഡിംഗ് എന്നുള്ളത്. 7 മേക്കിംഗ് റീഡിംഗ് എ ജോയ്ഫുൾ അഫെയർ. അങ്ങനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഏത് സെന്റൻസ് വന്നാലും നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഒരുപാട് വായിച്ച് അത് ഒരുപാട് സന്തോഷം കണ്ടെത്തുക, ഒരുപാട് നോളജ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള മേക്കിംഗ് റീഡിംഗ് എ ജോയ്ഫുൾ അഫെയർ, ഒരു നല്ല ആനന്ദകരമായ ഒരവസ്ഥയിലേക്ക് റീഡിങ്ങിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് വാക്കുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതൊരു സെന്റൻസ് ആണ്, ഇതൊരു വാക്കാണ് എന്ന് മനസ്സിലാക്കുന്നത് മുതൽ അതിന്റെ മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ആദ്യം വേർഡ് മീനിങ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിന് സെന്റൻസ് മീനിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നു, ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് അതിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കുന്നു. പിന്നീട് പെട്ടെന്ന് നമ്മൾ ഏതൊരു സെന്റൻസ് എന്നാലും അതിന്റെ മീനിങ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഏബിൾ ആകുന്നു. അവസാനം അത് റീഡിംഗ് എന്നുള്ളത് നമ്മളൊരു ഹാബിറ്റ് ആക്കിയിട്ട്, നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആക്കിയിട്ട്, നമ്മുടെ ഒരു ഹോബി ആക്കി മാറ്റി നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകുന്നു എന്നുള്ളതാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ പറയുന്നത്. അങ്ങനെ സയന്റിഫിക് ആയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പുകളൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ, അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി. ഇനി പ്രൊഡക്റ്റീവ് സ്കില്ലാണ്, സ്പീക്കിംഗ് സ്കില്ലാണ്. അപ്പം സ്പീക്കിങ്ങും റൈറ്റിങ്ങും നമുക്ക് പ്രൊഡക്റ്റീവ് സ്കില്ലുകളാണ്. പിന്നെ അതില് ഒന്ന് സ്പീക്കിംഗ് ആണ്. ബോത്ത് ലിംഗ്വിസ്റ്റിക് ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ് ഇതിന് ആവശ്യമാണ്. സംസാരിക്കണമെങ്കിൽ ഭാഷാപരമായ അറിവും വേണം, അതുപോലെ ബുദ്ധിപരമായ അറിവും വേണം.
ഇന്ന് ഞങ്ങള് നമ്മുടെ കോളേജിൽ നിന്ന് ക്രിറ്റിസിസം ലെസൺ എന്നുള്ള ഒരു ദിവസമായിരുന്നു. കുട്ടികളെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ അവര് ടീച്ച് ചെയ്തിട്ട് അത് മക്കളെ ഫ്രണ്ട്സ് കണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അവിടെ പിന്നെ വേറെയും കുറച്ച് ഈ ബഡ് സ്കൂൾ ഉണ്ട് അവിടെ, അവര് കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ശരിക്കും ആ കുട്ടികളൊക്കെ കണ്ടപ്പോഴാണ് ശരിക്ക് ഈ LSRWയുടെ പ്രാധാന്യവും അല്ലെങ്കിൽ അതിനവർ സഫർ ചെയ്യുന്നതും അതിനു വേണ്ടി അവർ തെറപ്പി എടുക്കുന്നതും ഒക്കെ കണ്ടത്. അപ്പോ സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സംസാരിക്കാൻ ശരിക്കും കഴിയണില്ല. 10 വയസ്സായി അല്ലെങ്കിൽ 8 വയസ്സായി, ഇപ്പോഴും സംസാരത്തിൽ ക്ലിയർ അല്ല, അതല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ കഴിയില്ല, ചില കുട്ടികൾക്ക് വായിക്കാൻ കഴിയില്ല. ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്കൊരു 5-8 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ആ കുട്ടീൻ്റെ അവസ്ഥ വെച്ചാൽ ആ കുട്ടിക്ക് വളരെ 8 വയസ്സല്ലേ 10 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് പോയൊരു കുട്ടിയായിരുന്നു. നല്ല പഠിക്കണ നല്ല ആക്റ്റീവായ കുട്ടിയായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിക്ക് ഒരു അപസ്മാരം വന്നു. ആ കുട്ടിന്റെ ബ്രെയിന് ഡിസ്ഫങ്ഷൻ ചെയ്തു, ഓൾഡ് മെമ്മറീസ് മുഴുവൻ പോയി. ഇപ്പൊ കുട്ടിക്കൊക്കെ പുതിയ മെമ്മറീസ് മാത്രമേ ഉള്ളൂ, പഴയ മെമ്മറീസ് ഒന്നുമില്ല. അപ്പം കുറച്ച് അവിടെയും കുറച്ച് മെമ്മറീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുട്ടികളെ കാണുമ്പോഴാണ് ശരിക്കും ഈ LSRWന്റെയും നമ്മുടെ ലേണിങ്ങിന്റെയും നമ്മുടെ ഇന്റലിജൻസിന്റെയും നമ്മുടെ IQന്റെയും ഒക്കെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുക. സോ ഇവിടെ നമ്മൾ കം ടു ദ പോയിന്റ്, സ്പീക്കിംഗ് സ്കില്ലാണ്. അപ്പൊ അതില് നമുക്ക് ലിംഗ്വിസ്റ്റിക് സ്കില്ലും വേണം, കോഗ്നിറ്റീവ് സ്കില്ലും വേണം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കുട്ടികളെ ഓർമ്മ വന്നത് കേട്ടോ. ദെൻ അതിന് പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ് ആണ്. എന്തിന് നമ്മൾ സംസാരിക്കണം? ഒന്ന് ഇന്ററാക്ഷൻ ആണ്, മറ്റുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണ്. 2 ട്രാൻസാക്ഷൻ ആണ്, നമ്മുടെ ഒരു നോളജ് അല്ലെങ്കിൽ ഒരു ഐഡിയ വേറൊരാളിലേക്ക് ട്രാൻസാക്ട് ചെയ്യുന്നു. 3 പെർഫോമൻസ് ആണ്, നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യണം. സോ ഇത്തരത്തില് 3 മെയിൻ ഫങ്ഷൻസ് ആണ് സ്പീക്കിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഇസ് എ സോഷ്യൽ ആക്ടിവിറ്റി. കാരണം മേക്കിംഗ് കോണ്ടാക്ട് ഓർ മേക്കിംഗ് കണക്ഷൻ വിത്ത് സൊസൈറ്റി എന്ന് പറയുന്നത് സ്പീക്കിംഗ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്കിയുള്ള ആളുകളുമായി സംസാരിച്ചിട്ടാണ് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അതാണ് 1ാമത്തെ സ്കില്ല്. 2 റൈറ്റിംഗ് സ്കില്ലാണ്. അല്ല, നിങ്ങളൊക്കെ അവിടെ ഇല്ലേ? ഉണ്ടായാ മതി. റൈറ്റിംഗ് സ്കില്ലാണ് പ്രൊഡക്റ്റീവ് സ്കില്ലിൽ. 1 സ്പീക്കിംഗ്, 2 റൈറ്റിംഗ്. റൈറ്റിംഗിന് എല്ലാവരും പറയുന്നത് ഒരു കോംപ്ലക്സ് സ്കില്ലാണെന്ന്. ഏറ്റവും കൂടുതൽ ടാസ്ക് അല്ലെങ്കിൽ റിസ്ക് ഉള്ളത് റൈറ്റിംഗ് പഠിക്കാനാണ്. ഇത്ര ആണോ? സംസാരം പിന്നെയും കുഴപ്പമില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. ഓക്കെ, സോ വായിക്കാനൊക്കെ LKG പഠിക്കുന്ന പെട്ടെന്ന് ചെയ്യും. എഴുത്ത് മാത്രല്ല, അതിന്റെ ഗ്രാമർ ശരിയാവണം, സെന്റൻസ് ശരിയാവണം, അങ്ങനെയുള്ള കുറെ റൂൾസ് ഉണ്ടായോണ്ടേ സംസാരത്തിന് പിന്നെ അങ്ങനെ അത് നോട്ടീസ് ചെയ്യണില്ലല്ലോ. സോ ഇവിടെ റൈറ്റിംഗിന്റെ കുറച്ച് സബ് സ്കില്ല് പറയുന്നുണ്ട്. ലെറ്റർ ഫോർമേഷൻ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ മാർക്ക്, ഗ്രാമർ, ഇതിലൊക്കെ എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ളതാണ് റൈറ്റിംഗ് സ്കില്ലിന്റെ കുറച്ച് സബ് സ്കില്ലുകൾ. ഓക്കെ, ദെൻ റൈറ്റിംഗിന് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു 5-6 കാര്യങ്ങൾ പറയുന്നു കേട്ടോ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ. ഒന്ന് കോപ്പി റൈറ്റിംഗ് ആണ്. അല്ലെ, നമ്മൾ പണ്ട് പഠിച്ചത് അങ്ങനെയാണ്, കോപ്പി ചെയ്തിട്ടാണ്. 4 വരെ കോപ്പി, 2 വരെ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി റൈറ്റിംഗ് ആണ് 1. 2 ഓർഗനൈസിംഗ് സെറ്റ് ഓഫ് നോട്ട്സ്. ഡിസ്ഓർഗനൈസർ ആയിട്ടുള്ള അഥവാ തെറ്റിക്കൊടുത്ത ഒന്നിനെ ശരിയാക്കാൻ പറയാം. ഡിസ്ഓർഗനൈസർ ആയതിനെ ഓർഗനൈസ് ചെയ്യാൻ പറയാം. ഓക്കെ, മിസ്പെൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് ദ ഇവന്റ്സ് ഉണ്ടാവാം, അതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. 3 പ്രഡിക്റ്റിംഗ് ദ മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് എ ടോപ്പിക് സെന്റൻസ്. അഥവാ പ്രഡിക്റ്റിംഗ് ദ മെത്തേഡ് ഓഫ് ഡെവലപ്പിംഗ് എ ടോപ്പിക് സെന്റൻസ്. ഒരു ടോപ്പിക് സെന്റൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് അത് പ്രഡിക്റ്റ് ചെയ്യണം. അഥവാ ഇത് കുറച്ച് കൊടുത്തിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകാം, അങ്ങനെ പ്രഡിക്ഷൻസ് ഒക്കെ അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. 4 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, എല്ലാവർക്കും അറിയാം. മറ്റൊന്ന് ഫില്ലിംഗ് ദ മിസ്ഡ് വേർഡ്സ്. ഏകദേശം 2 ഒരുപോലെ തന്നെ. നമ്മളൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ടാവും, അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തുണ്ടാവും, മിസ്ഡ് വേർഡ്സ് ഉണ്ടാവും, മിസ്സിംഗ് വേർഡ്സ് ഉണ്ടാവും, അവരെ ഫില്ല് ചെയ്യുക. ദെൻ മേക്കിംഗ് സമ്മറി ഓഫ് റീഡിങ്. എന്ത് വായിച്ചാലും അതിന്റെ സമ്മറി എഴുതിപ്പിക്കുക. കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാവുന്ന ടാസ്ക് ആണ്. എന്ത് വായിച്ചാലും സമ്മറി എഴുതിപ്പിക്കുക. കല്യാണത്തിന് പോയിരുന്നാലും ആ കല്യാണം എങ്ങനെയെന്നുള്ള എഴുതിപ്പിക്കുക. ഇങ്ങനെ എന്തിനും അവർ നരേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ് ലിറ്റററി സ്കിൽസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, റെഫർ ടു ദ റെക്കോർഡ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ലിറ്റററി സ്കില്ലാണ് എഴുത്തും വായന തന്നെയാണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് മെയിൻ. അവയർനെസ് ഓഫ് സൗണ്ട് ലാംഗ്വേജ്, അവയർനെസ് ഓഫ് ഫ്രണ്ട് ഫോം ഓഫ് ലെറ്റേഴ്സ്. ഫ്രണ്ട് ഫോം ഓഫ് ലെറ്റേഴ്സിനെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ലെറ്റേഴ്സ് ആൻഡ് സൗണ്ട്സ്. ലെറ്ററും സൗണ്ടും അതുപോലെ സൗണ്ടും ലാംഗ്വേജും
അങ്ങനെ ലിറ്റററി വർക്കുകൾക്ക് വേണ്ട റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ട സ്കില്ലുകളാണ് ലിറ്റററി സ്കിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ചെറിയൊരു ടേം മാത്രമാണ്. ദെൻ സ്കിൽസ് ബേസ്ഡ് ഓൺ റീഡിങ് ലിറ്ററസി അഥവാ വായന. അതിൽ എന്തൊക്കെ സ്കില്ല് വേണം? ഒന്ന് ഡീകോഡിംഗ് ആണ്. നമുക്കൊരു ലെറ്റർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ഫോം കണ്ടാൽ അതിനെ സൗണ്ടുകളാക്കിയിട്ട് ഡീകോഡ് ചെയ്യണം. അതാണ് ഒരു സ്കില്ല്. രണ്ട്, ഫോണീമിക് അവയർനെസ് ആണ്, അഥവാ എബിലിറ്റി ടു ഫോക്കസ് ഓൺ സ്പെസിഫിക് സൗണ്ട്. ഫോണീം എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ ഏറ്റവും സിമ്പിൾ സൗണ്ടിനാണ് ഫോണീം എന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ ഓരോരോ സൗണ്ടുകളും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവയർനെസ് ഉണ്ടായാലേ നമുക്ക് റീഡിങ് ലിറ്ററസി ഉണ്ടാവുള്ളൂ. പിന്നെ റീഡിങ് ഫ്ലുവൻസി ആണ്, അഥവാ കൃത്യമായിട്ട് വായിക്കാൻ കഴിയുക. റീഡിങ് ഫ്ലുവൻസി ഉണ്ടെങ്കിലാണ് റീഡിങ് ലിറ്ററസി ഉണ്ടെന്ന് പറയാൻ പറ്റുക. അതുപോലെ റീഡിങ് കോംപ്രഹെൻഷൻ, റീഡിങ് അണ്ടർസ്റ്റാൻഡിങ്, അഥവാ ഒരു കുട്ടിക്ക് വായിച്ച് അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ ഉള്ള കഴിവുണ്ടെങ്കിലാണ് റീഡിങ് ലിറ്ററസി ഉണ്ടെന്ന് പറയാ. ശരിക്കും പറഞ്ഞാല് റീഡിങ് ലിറ്ററസി എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യാനും അതിന്റെ ഓരോ ഫോണീമിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിന്റെ ഫ്ലുവന്റ് ആയിട്ട് വായിക്കാനും അത് വായിച്ച് മനസ്സിലാക്കാനും ഒരു കുട്ടിക്ക് കഴിയുമെങ്കിൽ ആ കുട്ടിക്ക് റീഡിങ് ലിറ്ററസി ഉണ്ട് എന്ന് പറയണം. ജസ്റ്റ് ഒരു ടേം മാത്രമാണ് റീഡിങ് ലിറ്ററസി കേട്ടോ, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണണ്ട. ദെൻ റൈറ്റിംഗ് ലിറ്ററസി ആണ്, അഥവാ എഴുത്ത് എന്നുള്ള നമ്മുടെ റൈറ്റിംഗ് സ്കിൽ എന്നുള്ള അതിന്റെ ഏകദേശം സെയിം ആണ് റൈറ്റിംഗ് ലിറ്ററസി എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിന് രണ്ട് തരമായിട്ട് പറയുന്നുണ്ട്. ഏർലി ലിറ്ററസി സ്കിൽസ് പറയുന്നുണ്ട്. അത് ഫോണോളജിക്കൽ അവയർനെസ് ആണ്, അഥവാ ഓരോരോ എഴുത്തും വായിക്കാൻ കഴിയുക, അതിന്റെ സൗണ്ട് ഫീച്ചർ എന്താണ് ഇത് എഴുതിക്കണമെന്ന് വായിക്കാൻ കഴിയുക. രണ്ട്, അവയർനെസ് ഓഫ് ലെറ്റേഴ്സ് ഇൻ പ്രിന്റ് ഫോം. ഓക്കെ, ഒന്ന് എഴുതിയത് പറയാൻ കഴിയുക, മറ്റൊന്ന് ദാറ്റ് മീൻസ് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക, അത് വായിക്കുക, എന്ത് ലെറ്റർ ആണ് എഴുതിക്കണേ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് ലിറ്റററി സ്കില്ല്. ഇത്തരത്തില് റൈറ്റിംഗ് ലിറ്റററി സ്കില്ല് എങ്ങനെ നമുക്ക് അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ്? അപ്പോൾ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്ന് വേണ്ടത് എക്സ്പാൻഡ് വെക്കാബുലറി ആണ്. നമുക്ക് ഒരുപാട് വേർഡുകൾ വേണം, പദസമ്പത്ത് വേണം ഒന്ന്. രണ്ട്, ഇൻട്രൊഡ്യൂസിങ് മൾട്ടി സെൻസറി ലേണിംഗ് ആൻഡ് ടെക്നോളജി. വ്യത്യസ്തമായ സെൻസറി എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ലേണിങ്ങിന് എഴുതാനും അത് പഠിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളെ നമുക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ടെക്നോളജി ഉപയോഗിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഴ്സസ് നിന്ന് നമ്മൾ ഒരുപാട് സെൻസറി എക്സ്പീരിയൻസ് കിട്ടിയിട്ട് വേണം നമ്മുടെ റൈറ്റിംഗ് ലിറ്ററസി വർദ്ധിപ്പിക്കാൻ. മൂന്ന്, മേക്കിംഗ് കണക്ഷൻ ആൻഡ് വിഷ്വലൈസിങ്. നമ്മൾ എന്ത് എഴുതണമെങ്കിലും അത് തമ്മിലുള്ള കണക്ഷൻ, അത് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, നമുക്ക് അത് ഓൾറെഡി മനസ്സിൽ കാണാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കിൽ പ്രാക്ടീസസ് കൊടുക്കാം. അപ്പൊ അവർ ആദ്യം വിഷ്വലൈസ് ചെയ്യണം, ആ വിഷ്വലൈസ് ചെയ്ത സംഭവങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം, അതാണ് അവർ എഴുതേണ്ടത്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യനിങ് ആൻഡ് ഇൻഫറിങ്. അവരെങ്ങനെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത്തരത്തിൽ അവരുടെ ലേണിംഗ് പ്രൊസീജിയർ നമ്മൾ ഇന്റർഫിയർ ചെയ്യണം എന്നുള്ളതാണ് പറയണത്. ദെൻ സിന്തസൈസിങ് എന്നാണ്, കമ്പൈനിങ് ഐഡിയാസ് ഓവർ ദ കോഴ്സ് ഓഫ് റീഡിങ്. വായിക്കുന്ന സമയത്ത് മൊത്തം ആശയങ്ങളെയും കമ്പൈൻ ചെയ്ത് വെച്ചിട്ട് അത് അവരുടെ റൈറ്റിംഗിലേക്കും അവരുടെ ആശയങ്ങളിലേക്കും എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റണം. റീഡിംഗ് കോംപ്രഹെൻഷൻ കൃത്യമായി നടന്നാലാണ് അഥവാ റീഡിംഗ് ലിറ്ററസി കൃത്യമായി ഉണ്ടായാലേ ഒരാൾക്ക് റൈറ്റിംഗ് ലിറ്ററസി ഉണ്ടാവുള്ളൂ, റൈറ്റിംഗിലുള്ള ഒരു സ്കിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പൊതുവെ ഉള്ള ഒരു നോളജ്. ദെൻ കോമൺ ആയിട്ട് എന്തിനാണ് നമുക്ക് ലിറ്ററസി? റീഡിംഗ് ലിറ്ററസി എന്തിനാ, റൈറ്റിംഗ് ലിറ്ററസിക്ക് എന്തിനാ നമുക്ക് എഴുതാനും വായിക്കാനും അറിയണത്? ഇംപ്രൂവ് ഓൺ പേഴ്സണൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഒരാൾക്ക് വ്യക്തിത്വ വികസനം, അതുപോലെ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇംപ്രൂവ് ലെവൽ കമ്മ്യൂണിക്കേഷൻ, ഒരാളുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഉറപ്പുവരുത്തണം. സോ ലിറ്ററസി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടാവുക എന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്കുള്ള ലേണിംഗ് അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ലിംഗ്വിസ്റ്റിക് എഡ്യൂക്കേഷൻ, അക്കാഡമിക് ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്. ഞാനിങ്ങനെ പറഞ്ഞു പോണെന്ന് വെച്ചാല് ഇതിൽ ഇങ്ങനെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ടേംസ് കേട്ട് പോവാനുള്ളതാട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അടുത്തതിലേക്ക് പോണത്. ഓക്കെ, നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാരും കൂടി ഒരുമിച്ച് ഇറങ്ങി പോവില്ലല്ലോ അല്ലേ? എന്നിട്ട് നിങ്ങൾ പറയും സാറെ പറ്റിച്ചേ, നിങ്ങള് ക്ലാസ് ഞങ്ങള് 8:15 ഇറങ്ങി പോയിക്കണ്, നിങ്ങള് പിന്നെ 8:45 വരെ ക്ലാസ് എടുത്തൂലേ എന്നൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞല്ലോ. അത് സാർ എന്റെ ഐഡിയ അല്ലേ, ഞങ്ങൾ 8:15 ഓടിക്കാൻ വേണ്ടിട്ടുള്ള. അതല്ല, ഇത് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഈ സാധനം അവിടെ ഉണ്ടാവുമല്ലോ.
ഓ അതെന്നോട് മറന്നുപോയി. ആ അപ്പൊ ഇതില് വേറെ ഉണ്ട്. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുത്തിട്ട് വേണമെങ്കിൽ ലിങ്കിൽ കയറി ക്ലാസ് എടുക്കാം. പിന്നെ അത് സാർ ഇങ്ങനെ ഇന്ന ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് വന്ന് കേട്ടോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അറിയണ്ടാവുക. അപ്പൊ ഞങ്ങൾ വാട്സപ്പ് ചാറ്റ് കാണിച്ചു കൊടുക്കും ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുള്ളത്. പക്ഷെ അതില് ശരിയാണ്. പക്ഷെ നമ്മൾ ഇന്ററാക്ഷൻ ഉണ്ടാവുകൊണ്ട് അത് മനസ്സിലാവും അല്ലേ? ഒക്കത്തിന് വഴിയുണ്ട് സർ. ആന്ന് ഇപ്പൊ ഇവിടെ അല്ലേ ഇനി ലിംഗ്വിസ്റ്റിക് എഡ്യൂക്കേഷൻ അക്കാഡമിക് ലാംഗ്വേജ് ആണ്, സോഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതില് സോഷ്യൽ ലാംഗ്വേജ്, അക്കാഡമിക് ലാംഗ്വേജ് ഇതിന്റെയും ഒരു ടാബിള് ടെക്സ്റ്റിൽ ഇട്ടാ നോക്കണേ. അത് ഞാൻ ഇതിലിട്ടിട്ടില്ല. സോഷ്യൽ ലാംഗ്വേജ് എന്താ, അക്കാഡമിക് ലാംഗ്വേജ് എന്താ, അതിന്ന് പരിചയപ്പെടാനാണ് ഇവിടെ. ഇത് കേട്ടാലേ എനിക്ക് സ്ലൈഡ് കാണാതെ എനിക്ക് എന്താ ഗസ് ചെയ്യാൻ പറ്റുക? അക്കാഡമിക് ലാംഗ്വേജ്, സോഷ്യൽ ലാംഗ്വേജ് ഇത് കണ്ടാൽ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് എന്താ പറയാൻ പറ്റുക? ടെക്നോളജി വ്യത്യാസം ഉണ്ടാവും അക്കാദമിക് ലാംഗ്വേജിലും. അക്കാഡമിക് ലാംഗ്വേജിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? അല്ല ഞാനിപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് സയൻസ് ടേം ഉപയോഗിക്കാം. രണ്ടാൾ പറഞ്ഞ കേൾക്കില്ല, ഒരാൾ മാത്രം പറയണം. പറ. ആദ്യം പറഞ്ഞത് ആരാ? ഫാത്തിമയായിരുന്നോ? ഞാനാ പിന്നെ ഇപ്പൊ മൈക്ക് ഓൺ ആക്കല്ല, അത് വെച്ചിട്ട്. ഓക്കെ പറഞ്ഞോ, എന്താ നിന്റെ പോയിന്റ്സ് പറഞ്ഞോ. അല്ല ഞാൻ പറഞ്ഞത് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എന്നെ കുറച്ചും കൂടെ സയന്റിഫിക് ടേം ആയിരിക്കും. സയന്റിഫിക് ടേംസ് അതിലുണ്ടാവും. ശരിയാണ്, നമ്മുടെ ഡിസിപ്ലിനിലുള്ള ടേംസ് അതിൽ കയറി വരും. സൊസൈറ്റിന്റെ ഭാഷയാണെങ്കിലോ, സോഷ്യൽ ലാംഗ്വേജ് ആണെങ്കിലോ നമ്മള് നോർമൽ സ്ലാങ് ആവും, മലയാളം ഐ മീൻ അങ്ങനെയും. അതെ, നമ്മള് കൊളോക്കിയൽ ലാംഗ്വേജ് കയറി വരാം അല്ലെ. നമ്മുടെ നോർമൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന സംഭവമായിട്ട്. വേറെ ആർക്കെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? പക്ഷെ മറ്റത് ഫോർമൽ ആയിരിക്കും. ആരാണ് ആൻസർ പറയേണ്ടത്? ആരാ? ഫസ്റ്റ് പറ. ഒന്ന് ഫോർമൽ ആയിരിക്കും. ഏതാ, സോഷ്യൽ ആണോ അക്കാഡമിക് ആണോ? അക്കാഡമിക് ഫോർമൽ ആയിരിക്കും. ഫോർമൽ ആയിരിക്കും. യെസ്, ഗുഡ്. വേറെ ആർക്കെങ്കിലും പോയിന്റ് പറയാൻ കഴിയോ? ഇത് മറ്റേ നല്ല കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. മറ്റേ സോഷ്യലാന്ന് നമുക്ക് അങ്ങ് പറയാം. ഓക്കെ, പ്രിസൈസ് ആവണം അല്ലെങ്കിൽ കറക്റ്റ് ആവണം അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. അല്ലേ ഇതിൽ പറയണത് സോഷ്യൽ ലാംഗ്വേജ് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഇൻഫോർമൽ ആണ്, അതുപോലെ തന്നെ എവറിഡേ യൂസേജ് ആണ്, ജസ്റ്റ് ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷന് വേണ്ടിയുള്ളതാണ്, ഫാമിലിയിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, ഫ്രണ്ട്സിനടുത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ കാഷ്വൽ ലാംഗ്വേജ് ആണ്. അതുപോലെ സ്ലാങ്ങുകൾ നമുക്ക് നമ്മുടെ കൊളോക്കിയൽ സ്ലാങ്ങും ബാക്കി സ്ലാങ്ങുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ഉള്ള ലാംഗ്വേജ് ആണ് സോഷ്യൽ ലാംഗ്വേജ്. അക്കാഡമിക് ആകുമ്പോൾ കുറച്ചുകൂടി ക്ലാസ് റൂം ലാംഗ്വേജ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആണ്, ഹൈലി ഫോർമൽ, പ്രിസൈസ്, കണ്ടെയ്ൻ ലോട്ട് ഓഫ് സബ്ജക്ട് സ്പെസിഫിക് ടേംസ്. നിങ്ങൾ രണ്ടുപേരും ഞാനും നമ്മൾ മൂന്നുപേരും പറഞ്ഞ പോയിന്റ്സ് മാത്രം വന്നിട്ടുള്ളൂ. അപ്പം പിന്നെ സോഷ്യൽ ലാംഗ്വേജും അക്കാഡമിക് ലാംഗ്വേജ്. അപ്പൊ അക്കാഡമിക് ലാംഗ്വേജ് കുറച്ചുകൂടി ഫോർമൽ ആയിരിക്കും, കുറച്ചുകൂടി ടഫ് ആയിരിക്കും, കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും, കുറച്ചുകൂടി എന്താ പറയാ ടേംസ് അതിലുണ്ടാവാം, കുറച്ചുകൂടി ടഫ് ആയിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ അക്കാഡമിക് ലാംഗ്വേജിന് ഉണ്ട്. ഏകദേശം നമ്മളൊരു അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? BICS ആൻഡ് CALP ഇത് നമ്മൾ എങ്ങനെ വിളിക്കേണ്ടത്? ബിഗ്സ് ആൻഡ് കാൽപ്പ് എന്ന് വിളിക്കണോ? സോ ജിൻ കുമ്മിൻസ് ഐഡന്റിഫൈ ചെയ്ത രണ്ട് സാധനങ്ങളാണ് BICSഉം CALP. ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല്, കൊഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. ഇത് കണ്ടാ മനസ്സിലാവുണ്ടോ? ഒന്ന് ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്. എന്താ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്? രണ്ട് വ്യക്തികൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക. വേറെ ഉണ്ടോ? ഈ ഇന്റർപേഴ്സണൽ അല്ലാതെ വേറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? നമ്മൾ സമൂഹത്തിനോട് ഐ മീൻ കുറെ എന്തോ ഉസ്താദ് പറയണ്ടേ? എന്തായിരുന്നു? ക്ലിയർ ആയില്ല. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാപേഴ്സണൽ അതാണോ പറയണത്? മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ വേറെയാണ്. ഇവിടെ രണ്ട് ടൈപ്പാണ് ആക്ച്വലി, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ചാൽ ഇന്റർപേഴ്സണൽ രണ്ട് പേഴ്സൺസിനിടയിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻട്രാപേഴ്സണൽ നമ്മൾ നമ്മോടിന് കമ്മ്യൂണിക്കേഷൻ നടത്തുക, സെൽഫ് കമ്മ്യൂണിക്കേഷൻ ആണ്.
ഓക്കെ. സോ ഇവിടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. സോ അതിന്റെ ബിക്സിന്റെ BICSന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുള്ളത്. ലാംഗ്വേജ് യൂസ്ഡ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഫോർമൽ കോണ്ടെക്സ്റ്റ്. ഇത് ഫോർമൽ ആവാം ഇൻഫോർമൽ ഒക്കെ ആവാട്ടോ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അക്യൂർഡ് ദ നാറ്റീവ് ലാംഗ്വേജ്. നാറ്റീവ് ലാംഗ്വേജ് എന്നാണ് ആക്ച്വലി ഈ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ലിറ്ററസി. ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് ലിറ്ററസി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തീരെ ലിറ്ററേറ്റ് അല്ലെങ്കിലും നമുക്ക് മദർ ടങ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താം. ലിറ്ററേറ്റ് ആയിട്ടും നടത്താം, അല്ലാതെ നടത്താം. ഓക്കെ. ഇൻക്ലൂഡ് വെക്കാബുലറി ഓഫ് കോൺവെർസേഷൻ. ആക്ച്വലി ഇതൊരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ കോൺവെർസേഷണൽ ടൈപ്പ് അല്ലെങ്കിൽ കോൺവെർസേഷന്റെ എല്ലാവിധ നാച്ചുറും ഈ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ BICSൽ ഉണ്ടാകും. പ്രൊഫഷൻസി ഓൺലി വീക്ക്ലി കോറിലേറ്റഡ് വിത്ത് അക്കാഡമിക് സക്സസ്. ഒരാള് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്കിൽഫുൾ ആണ് അല്ലെങ്കിൽ സ്കിൽഡ് ആണ് എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് അയാൾക്ക് അക്കാഡമിക് സക്സസ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അഥവാ നമ്മുടെ മദർ ടങ്ങോ അല്ലെങ്കിൽ നമുക്കുള്ള ഭാഷ വെച്ചിട്ട് ഒരാളോട് സംസാരിക്കാൻ നമുക്ക് നല്ല കഴിവുണ്ട്, നമ്മുടെ ആശയവിനിമയത്തിന് കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എക്സ്പേർട്ട് ആണെങ്കിലും നമ്മൾ വിചാരിച്ചിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ, അക്കാഡമിക് എക്സലൻസ് ഉള്ള ഒരാളാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ. ഇത് രണ്ട് CALP. എന്തൊരു CALP ഫുൾ ഫോം എന്തേനു? കോഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫഷൻസി. ഓക്കെ. അക്കാഡമിക് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി ആണ് ഇവിടെ. സോ ഇൻക്ലൂഡ് ഫോർമൽ ആൻഡ് അക്കാഡമിക് രജിസ്റ്റർ ഓഫ് ലാംഗ്വേജ്. ഇവിടെ കൂടുതലായിട്ട് ഫോർമൽ ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. കാരണം അക്കാഡമിക് ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യണത്. അക്യൂർഡ് ആഫ്റ്റർ ദി ഏജ് ഓഫ് 5. ഒരാൾ 5 വയസ്സിന് ശേഷമാണ് കാര്യമായിട്ട് അക്കാഡമിക് ലാംഗ്വേജ് പഠിക്കുക. അതെന്താ അങ്ങനെ? 5 വയസ്സിന് മുമ്പ് പഠിച്ചൂടെ? പഠിക്കുകയും ചെയ്യാം, പഠിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ട്. അല്ല, നമ്മൾ കോംപ്ലക്സ് ഐഡിയാസ് നമുക്ക് മനസ്സിലാവണമെങ്കിലേ, നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് കിട്ടണമെങ്കിൽ 5 വയസ്സാവണം എന്നാണ് തിയറി പറയുന്നത്. പിന്നെ അഡീഷണൽ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഒരു 5 വയസ്സാവണം എന്നാണ് സൈക്കോളജി പ്രകാരം. അപ്പൊ അതുകൊണ്ട് 5 വയസ്സിന് ശേഷമാണ് അക്കാഡമിക് ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ നല്ലത് എന്നാണ് പറയാ. ഓക്കെ. ദെൻ ഇൻക്ലൂഡ് ഹൈ ലെവൽ ഓഫ് ലിറ്ററസി. നമുക്കറിയാം അക്കാഡമിക് ലാംഗ്വേജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നോളജ് ഉണ്ടാവുക എന്നാണ്, ലിറ്ററസി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഇൻക്ലൂഡ് 10,000 ഓഫ് സ്പെഷ്യലൈസ്ഡ് വേർഡ്സ്. ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേർഡ്സുകൾ അക്കാഡമിക് പ്രൊഫഷൻസിയിൽ അല്ലെങ്കിൽ അക്കാഡമിക് ലാംഗ്വേജിൽ ഉണ്ട്. സ്ട്രോങ്ലി കോറിലേറ്റഡ് വിത്ത് അക്കാഡമിക് സക്സസ്. അക്കാഡമിക് ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അക്കാഡമിക് സക്സസ് ഉണ്ട് തന്നെയാണ് അർത്ഥം. രണ്ടും ഭയങ്കര കണക്റ്റഡ് ആണ്. ആൻഡ് ഇഫ് ദ ചൈൽഡ് ഹാസ് നോ പ്രിയർ സ്കൂളിംഗ് ഇറ്റ് മേ ടേക്ക് അറ്റ്ലീസ്റ്റ് 10 years ടു ഡെവലപ്പ് CALP. ശരിക്കും നമുക്കൊരു പ്രീ സ്കൂളിംഗ് എക്സ്പീരിയൻസ് വേണം, നമ്മുടെ മദർ ടങ്ങിലുള്ള ഒരു എക്സ്പീരിയൻസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വേണം. അതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ CALP വർദ്ധിപ്പിക്കാൻ കാരണമാവും. ഓക്കെ. സോ അക്കാഡമിക് ലാംഗ്വേജ് നമുക്ക് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കറണ്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ്ങിൽ നമ്മൾ ഫ്ലുവന്റ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മോർ കോംപ്ലക്സ് ആൻഡ് അബ്സ്ട്രാക്ട്. ഭയങ്കര കോംപ്ലക്സ് ആണ്, ടഫ് ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇൻക്ലൂഡ് കോഗ്നിറ്റീവ് സ്കിൽ. ഇപ്പോൾ അക്കാഡമിക് ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടാവണമെങ്കിൽ കുറച്ചുകൂടി കോഗ്നിറ്റീവ് സ്കില്ലുകൾ നമുക്ക് നിർബന്ധമാണ്. Then determining if a task or exercise fall with the bigs and cop. ശരിക്കും നമ്മുടെ BICSനും CALPക്കും നടുക്കെ അല്ലെങ്കിൽ അതിന് നടുക്ക് വരുന്ന കുറച്ച് സംഭവമാണ്. ഇതൊരു ഒരു ചെറിയൊരു പിക്ചർ ആയിട്ട് നിങ്ങൾ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് അത് നോക്കുന്നത് നല്ലതാണ്. കോണ്ടെക്സ്റ്റ് എംബഡഡ് ലാംഗ്വേജ്, കോണ്ടെക്സ്റ്റ് റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആണ്. 2 സബ് ടൈറ്റിലാണ് ഇതിന് നമുക്ക് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കോണ്ടെക്സ്റ്റ് എംബഡഡ് ലാംഗ്വേജ് ദാറ്റ് മീൻസ് ലാംഗ്വേജ് ദാറ്റ് ഇസ് സപ്പോർട്ടഡ് ബൈ കോണ്ടെക്സ്റ്റൽ ക്ലൂസ്. നമ്മളൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ ചില ക്ലൂകൾ കൊടുത്തിട്ട്, അത് എൻവയോൺമെന്റ് സച്ച് ആസ് ഒബ്ജക്റ്റ്, പിക്ചേഴ്സ്, ഗ്രാഫ്, അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ഗ്രാഫിക്സിന്റെ ഒക്കെ സഹായം തേടുന്നതാണ് കോണ്ടെക്സ്റ്റ് എംബഡഡ് ലാംഗ്വേജ്. ഇത് പറഞ്ഞേ ആ കോണ്ടെക്സ്റ്റ് നമ്മൾ ഭാഷ പഠിക്കുക. ചെറിയ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക. ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ഇന്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ ടു ഗെറ്റ് ഇന്റർപേഴ്സണൽ ക്ലൂ ടു ഫർദർ കൺസ്ട്രക്ട് മീനിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? പരസ്പരം പിക്ചേഴ്സും ക്ലൂകളും ആക്ഷൻസും ഇതൊക്കെ കൊടുത്ത് ഒരാളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് കോണ്ടെക്സ്റ്റ് എംബഡഡ് ലാംഗ്വേജ് ആണ്. ആ കോണ്ടെക്സ്റ്റിൽ ഉള്ള സന്ദർഭങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻസും ഫോട്ടോസും ആളുകളൊക്കെ വെച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യണത്? ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കുന്നത്. And context reduced language, that means there are some language clues. Context is usually known only to the author, that is textbook, novel and lecture, etc. This text ആണ് ഉണ്ടാവുക. കോണ്ടെക്സ്റ്റ്
കുറവായിരിക്കും. അഥവാ ഈ പിക്ചോറിയൽ റെപ്രസെന്റേഷനും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ ഇമേജറീസും അതല്ലെങ്കിൽ ഹിൻസും അത്തരം കാര്യങ്ങൾ കുറവായിരിക്കും. പക്ഷെ എന്താണ് ആ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഓതർ മനസ്സിൽ വളരെ കൃത്യമായിട്ടുണ്ടാവും. ഓക്കെ, അഥവാ അദ്ദേഹത്തിന് കൃത്യമായിട്ട് എന്താണ് ആ കോണ്ടെക്സ്റ്റ് എന്ന് അറിയാം. പക്ഷെ റീഡേഴ്സിലേക്ക് എത്തുമ്പോഴേക്ക് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. റീഡേഴ്സിന് ശരിക്ക് ആ ഒരു യഥാർത്ഥ കോണ്ടെക്സ്റ്റ് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ എന്ത് കൊടുക്കണം? അതിന്റെ ഇമേജസും അതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഗ്രാഫുകളും അത്തരം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് മാത്രമാണ്. ഇതിൽ ഒരു വലിയ ഇതൊന്നും ഇമ്പോർട്ടൻസിന് നമ്മൾ കാണേണ്ടതില്ല. ഏകദേശം ഒരു ലാസ്റ്റ് ടോപ്പിക് ഒക്കെയാണ് കോൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറഞ്ഞാല്. അഥവാ ഒരു കോൺസെപ്റ്റ് പഠിക്കുക. നമ്മൾ സ്കൂളിൽ കുറെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചോ? സ്കൂളിൽ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടോ? എന്താ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? സ്കൂളിൽ പഠിച്ച കോൺസെപ്റ്റുകൾ എന്തോ? ഇപ്പൊ ആറ്റത്തിന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചില്ലേ? ആറ്റം എന്നുള്ളത് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, വേറെ മൂലകങ്ങള്, ആറ്റം, തന്മാത്ര, അങ്ങനെ അങ്ങനെ ആ ഒരു സംഭവ കോൺസെപ്റ്റ് ആണ്. വേറെ എന്തൊക്കെയുള്ള കോൺസെപ്റ്റുകൾ? തിയറികളിൽ ഉണ്ടാകും. നമ്മള് ലോ ഓഫ് അട്രാക്ഷൻ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ ഗാഢത ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ, ഇഷ്ടംപോലെ കോൺസെപ്റ്റ് പഠിച്ചത്. ഇതിനൊക്കെ വേണ്ടത് വെച്ചാൽ കോഗ്നിറ്റീവ് സ്കില്ലാണ് ഒന്ന്. നല്ല ബുദ്ധി വേണം എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. Then it is the ability of a person to think clearly about a concept with the help of language. നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായുമണ്ഡലങ്ങള് ഒക്കെ ഓരോരോ കോൺസെപ്റ്റുകളാണ്. അതിനെന്ത് വേണം? കുട്ടികൾക്ക് നല്ല കോഗ്നിറ്റീവ് സ്കില്ല് വേണം. അവരതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കണം. എന്നിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. Then children can understand the concept of triangle. നമുക്കറിയാം, അപ്പൊ ട്രയാങ്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അതിന് 3 വശങ്ങൾ ഉണ്ടാകും. അതിന് ഓരോ വശത്തിന് ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള ആ കോണുകള് ഇതൊക്കെ ഓരോരോ എന്താണ് പിന്നെ കോൺസെപ്റ്റുകളാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ദ സ്കിൻ ഓഫ് കോംപ്രഹെൻഷൻ ഓഫ് തിങ്. അത് ആക്ച്വലി ഹൗ ടു കോംപ്രഹെൻഡ് തിങ്. അതാണ് ആക്ച്വലി കോണ്ടെക്സ്റ്റുലൈസേഷൻ അല്ലെങ്കിൽ പിന്നെ കോംപ്രഹെൻഷൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ബൈ ഐഡന്റിഫൈങ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ്സ് വിത്ത് ദ യൂസ് ഓഫ് ലാംഗ്വേജ്. ഒരു ഭാഷ ഉപയോഗിച്ച് ഒരു വസ്തുതയുടെ എലമെന്റ്സ് മനസ്സിലാക്കി അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കുറിച്ച് ഒരു ആശയം നമ്മുടെ മനസ്സിൽ സേവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. അഥവാ ഒരു ഭാഷ എന്ത് ചെയ്യും? ഒരു ഭാഷയിലൂടെ നമുക്ക് അതിന്റെ എലമെന്റ്സും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ എലമെന്റ്സും ഫീച്ചേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമ്മൾ ആ ഒരു പിന്നെ കോൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് കോൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എ കോൺസെപ്റ്റ് വിത്ത് ദ ഗിവൺ എലമെന്റ്സ് വിത്ത് ഗിവൺ ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പിന്നെ പറയേണ്ടി വരും? നമ്മുടെ ക്ലാസ്സിന് ടോപ്പിക്കിൽ അവിടെ തീർന്നു എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കാര്യമായിട്ട് എന്തൊക്കെ പഠിച്ചേ? സ്കില്ലുകൾ പഠിച്ചു. ആക്റ്റീവ് സ്കില്ലും പാസീവ് സ്കില്ലും അങ്ങനത്തെ സംഭവങ്ങൾ പഠിച്ചു. അഥവാ റിസെപ്റ്റീവും പ്രൊഡക്റ്റീവും ഒക്കെ വീണ്ടും വീണ്ടും പഠിച്ചു. വേറെ എന്താ പഠിച്ചേ? ഇമ്പോർട്ടൻസ് ഓഫ് ലിറ്ററസി. അങ്ങനെ ലിറ്ററസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, പിന്നെന്താ പഠിച്ചേ? എന്തോ ടെക്സ്റ്റ്. പലതരം ടെക്സ്റ്റുകളെ കുറിച്ച് പഠിച്ചു. തുടക്കത്തിൽ ടെക്സ്റ്റുകളായിരുന്നു അല്ലെ? ഓക്കെ, സോ നമ്മൾ കുറെ ടോപ്പികൾ കവർ ചെയ്തു. ഈ ഒരു യൂണിറ്റ് ഇവിടെ തീരാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിന്റെ റിസൾട്ട് വരാനൊക്കെ ഉണ്ട്, നമുക്കറിയാം. സോ എനിവേ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മളെ ഏതെങ്കിലും നമ്മുടെ യൂണിറ്റിന്റെ പേര് അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്. അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് എന്നുള്ള ഈ യൂണിറ്റ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.